എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് നവവത്സരാശംസകൾ. നവകേരള സദസ്സ് ഒരു ചരിത്രയാത്രയായിരുന്നു. ചരിത്രത്തിലേക്ക് ഒരു വലിയ യാത്ര അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഒരു സർക്കാർ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയോജക മണ്ഡലങ്ങളിലേക്കും പോകുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ആ ചരിത്രയാത്രയുടെ കാഴ്ചകളും കണ്ടെത്തലുകളുമാണ് ഈ കാലത്ത്, ഈ ക്രിസ്മസ് പുതുവത്സര കാലത്ത് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്ന 2 മന്ത്രിമാർ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിച്ച് ഈ യാത്രയെക്കുറിച്ച് അവരുടെ നിരീക്ഷണങ്ങൾ, അതുപോലെ ഉയർന്ന വിയോജിപ്പുകൾ, വിമർശനങ്ങൾ, ഇതിനൊക്കെയുള്ള മറുപടിയും ഒക്കെയായി നമ്മൾക്കൊപ്പം ചേരുന്നൊരു സമയത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രയാത്ര, നവകേരള സദസ്സ്, കണ്ടെത്തലുകൾ, യാഥാർത്ഥ്യങ്ങൾ, എല്ലാത്തിലേക്കും നമുക്ക് യോജിച്ച് ഒന്നിച്ചു പോകാം, അല്ലേ മനു? തീർച്ചയായിട്ടും. അപ്പോൾ മന്ത്രി ശ്രീ കെ രാജൻ, ശ്രീ സജി ചെറിയാൻ, 2 പേർക്കും സ്വാഗതം കൈരളി ന്യൂസിലേക്ക്. അപ്പോൾ ഒപ്പമുള്ള സുഹൃത്തുക്കളെല്ലാം ഞങ്ങളുടെ കൈരളി വാർത്താ സംഘത്തിൽപ്പെട്ട ആളുകളാണ്, നിങ്ങൾക്കൊക്കെ സുപരിചിതരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഞങ്ങൾ 2 പേരും ഈ യാത്രയുമായി സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരാണ്. ഒപ്പം സഞ്ചരിച്ചവരും വരുന്നുണ്ട്. കുട്ടൻ, അതുപോലെ തന്നെ സന്തോഷ്, സാലി മുഹമ്മദ്, ഇവിടെ രാജേന്ദ്രൻ, ശ്രീ NP ചന്ദ്രശേഖരൻ, ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ അടക്കം ഉള്ള ഒരു വലിയ സംഘം, മാധ്യമ സംഘമുണ്ട്. ശ്രീ NP ചന്ദ്രശേഖരനിൽ നിന്ന് തുടങ്ങുന്നു. 2 മന്ത്രിമാരെയും അവരോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രീ NPC. 2 മന്ത്രിമാർക്കും സ്വാഗതം. സന്തോഷം. നമ്മൾ 2 തൃശ്ശൂരുകാരും. അതെ, അതെ, രാജൻ മിനിസ്റ്റർ, ഞാനും തൃശ്ശൂർക്കാരാണ്. നമ്മൾ പുതുവത്സര ആഘോഷത്തിൻ്റെ ഒരു ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ കേരളം നാളെയും ഇതുപോലെ ഇതേ വികാരത്തോടു കൂടി, ഇതേ ആർഭാടത്തോടു കൂടി പുതുവത്സരങ്ങൾ ആഘോഷിക്കുമോ എന്ന ചോദ്യം കേരളത്തെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കണം. നമ്മളിനിയും പെരുന്നാളുകളും പുതുവത്സരങ്ങളും ഇതേ തോതിൽ തന്നെ ആഘോഷിക്കണം എന്ന ഒരു സന്ദേശം പകർന്നുകൊണ്ടാണ് ഈ നവകേരള യാത്ര സമാപിക്കുന്നത്, നവകേരള സദസ്സ് സമാപിക്കുന്നത്. അത് ചരിത്രത്തിലേക്ക് ചേക്കേറുകയാണ്. അതെങ്ങനെ ചരിത്രത്തിൽ എഴുതപ്പെടും എന്നാണ് മിനിസ്റ്റർ രാജൻ പ്രതീക്ഷിക്കുന്നത്. PC പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഠിനമായിട്ടുള്ള ദുരന്തകാലത്തും ഒരാഘോഷങ്ങളെയും വിടാതെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ അവസരമുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റിൻ്റെ 7.5 വർഷക്കാലം നീണ്ട അനുഭവങ്ങളുടെ കാലത്താണ് കേരളം ഏറ്റവും വലിയ ചരിത്രത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ എത്തപ്പെട്ട കാലത്ത് കേരളം അതിൻ്റെ യജമാനന്മാരെ തേടിപ്പോകുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു യാത്രയ്ക്കും ഒരു സംഗമത്തിനും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ ജനാധിപത്യം അരുളുന്ന ഒരു ലോകത്തോ ഭരണകൂടം പൂർണ്ണമായും തങ്ങളുടെ യജമാനന്മാരായ ജനങ്ങളെ തേടിപ്പോയി അവരോട് പറയേണ്ടത് പറയാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവസരമുണ്ടായ ഒരു ചരിത്രവും ഉണ്ടാകില്ല. കൈരളി നല്ലതുപോലെ യാത്രയുടെ ഒപ്പം ഉണ്ടായിരുന്നു. കൈരളിയുടെ യാത്രാ സംഘത്തിൻ്റെ പ്രധാനികൾ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ന്യൂസ് എഡിറ്ററോട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൊരു അഭിനന്ദനം. സാധാരണ പല മാധ്യമങ്ങളുടെയും കണ്ണുകൾ അപകടവും ചർച്ചയും ഉണ്ടാകുന്ന തങ്ങൾക്ക് ആവശ്യമായ അപസർപ്പക കഥകൾ മെനയാനുള്ള മുഖങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ 360 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിൽ ഒരേ ഒരു ക്യാമറ കണ്ണ് കൈരളിയുടേതാണ്. സ്വാഭാവികമായും കൈരളി എന്ന പദം അന്വർത്ഥമാക്കുന്ന വിധം കേരളത്തിൻ്റെ ജനതയുടെ ജനാഭിലാഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൈരളിക്കായി. അതൊരു മാധ്യമധർമ്മത്തിൻ്റെ ഭാഗവുമാണെങ്കിലും സർക്കാരിന് വേണ്ടി പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളം കഴിഞ്ഞ 7.5 വർഷം കരയുമ്പോഴൊക്കെ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത ഗവൺമെൻറ് എല്ലാ ആഘോഷങ്ങൾക്കും കേരളത്തിൽ ഇട നൽകിയിട്ടുണ്ട്. ഈ പുതുവർഷത്തിന് മാത്രമല്ല. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നൊരു കാര്യം, കഠിനമായ കോവിഡിൻ്റെ കാലത്ത് വീടുകൾക്കകത്ത് പോലും ആളുകൾക്ക് മുഖംമൂടികളില്ലാതെ മുണ്ടാൻ പാടില്ലെന്ന് ലോകം വിധിച്ച കാലത്ത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? കുടുംബത്തിൻ്റെ ജനാധിപത്യത്തിലേക്ക് ഇത്തവണത്തെ ആഘോഷങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചു വയ്ക്കുക. രാവിലെ തന്നെ പുരുഷന്മാരൊക്കെ ഇറങ്ങി റോഡ് ചുറ്റുന്നതൊന്ന് നിർത്തുക. നിങ്ങൾ വീട്ടിലിരുന്ന് ആഘോഷിക്കുക. ആഘോഷിക്കാൻ പറ്റാത്തൊരവസരത്തെ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. കാരണം ആഘോഷിക്കേണ്ടതെല്ലാം റേഷൻ കടകളിലൂടെ കേരളം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകുന്നു. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ജനാധിപത്യം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലൊരു ആഘോഷം നടത്തുക. പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ 7.5 വർഷക്കാലം എല്ലാ ദുരന്ത മുഹൂർത്തത്തിലും കേരളം അതിജീവിച്ച അതേ ജാഗ്രതയോടെ, കുറേ കൂടി കരുത്തോടെ, യഥാർത്ഥത്തിൽ ഏത് അപകടഘട്ടം ഉണ്ടെങ്കിലും തരണം ചെയ്യാനുള്ളൊരു ഇച്ഛാശക്തി കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. അത് പ്രളയത്തിൽ കാണിച്ചു, കോവിഡിൽ കാണിച്ചു, അതിദാരിദ്ര്യത്തെ മാറ്റുന്നതിലും സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലും കാണിച്ചു. കേരളം വികസനത്തിൻ്റെ പ്രക്രിയയിൽ കാണിച്ച ഈ ഇച്ഛാശക്തി കേരളത്തെ ഭരണഘടന പോലും നിഷേധിച്ചുകൊണ്ട്, ഭരണഘടനയുടെ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ
ഞങ്ങൾ തിരിയുകയാണ്, കേരളത്തിനോട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ കടന്നു വന്ന മേഖലകളിൽ ഒത്തുകൂടിയ ലക്ഷക്കണക്കായ ആളുകൾ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് കേരളത്തെ രക്ഷിക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഒരുമിച്ച് മറികടക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നു. അതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. സജി ചെറിയാൻ, ഇത് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോവുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ചരിത്രത്തിലൊരു കാര്യം എങ്ങനെ എഴുതണം എന്ന ആ കാലമാണ് തീരുമാനിക്കുക. ഒരുപാട് എതിർപ്പുകൾ ഈ സദസ്സിന് നേരെ ഉണ്ടായി. അതൊക്കെ മറികടന്നാണ് ഇപ്പോൾ അതിൻ്റെ ഔപചാരികമായ സമാപനം നടന്നിരിക്കുന്നത്. എതിർപ്പുകൾ എന്തായിരുന്നു, എങ്ങനെയാണ് അത് മറികടന്നത്, എങ്ങനെയാണിത് ചരിത്രത്തിൽ നാളെ നവകേരള സദസ്സ് എഴുതപ്പെടാൻ പോകുന്നത്? സജിച്ചേരി. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട രാജ്യമിനിസ്റ്റർ പറഞ്ഞ പോലെ എന്താണ് ഈ നവകേരള സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിൽ കൈരളി ഒരു വലിയ പങ്ക് നിർവഹിച്ചു. ഞാനീ പറയുന്ന ഒരു കാര്യം, ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ലായിരുന്നു. ഇതൊരു ഗവൺമെൻറ് കേരളം അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു അവസരം, ഒരു സദസ്സാണ് നമ്മൾ സംഘടിപ്പിച്ചത്. നമ്മളിതിൽ കണ്ട ഒരു കാര്യം, നമ്മളൊരു 7.5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് അടിസ്ഥാന വികസന മേഖലയിൽ എല്ലാ മേഖലയിലും നമ്മൾ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മളൊരു അർദ്ധവികസിത രാജ്യത്തോടൊപ്പം അല്ലെങ്കിൽ വികസിത രാജ്യത്തിൻ്റെ നിലവാരത്തോടൊപ്പം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പുതിയ സാധ്യതകളാണ് നമ്മൾ തേടിയത്. അപ്പോൾ അത്തരത്തിൽ ആ സാധ്യതകൾ എന്താണ് എന്ന് ജനങ്ങളോട് സംവദിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാവിലത്തെ പ്രഭാതയോഗം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ വന്നു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നൊരു കാര്യം അതാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ പരാതികൾ, ഇഷ്ടംപോലെ പരാതികൾ, പരിഭവങ്ങൾ, പ്രശ്നങ്ങൾ, അതിന് ഓരോന്നിനും മറുപടി പറയാൻ ഒരു ഗവൺമെൻറ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്തിലേക്ക് എത്തി. അത് നിങ്ങളൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആളുകൾ ഒഴുകി വന്ന പരാതി എന്നതിൻ്റെ കാരണങ്ങളൊന്നും അതാണ്. മൂന്നാമത്തെ പ്രശ്നം, കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. അതിപ്പോൾ സാമ്പത്തിക രംഗത്തെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തെ കിട്ടാനുള്ള കണക്ക് പറയുമ്പോൾ ഈ ഒരു വർഷം നമ്മുടെ 1.5 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഞാൻ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ 60,009 കോടി രൂപ ഈ വർഷം സ്റ്റേറ്റ് നഷ്ടമാണ്. ഈ പണം എന്തുകൊണ്ട് കേരളത്തിൽ നിഷേധിക്കുന്നു? ഇത് നിഷേധിക്കുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നാളെ ജനങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ജനങ്ങളോട് ഇത് പറയാഞ്ഞത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യം പറയണ്ടേ. അതുപോലെ തന്നെ പ്രധാനമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന ഗവർണറുടെ സമീപനം. അതും ചരിത്രത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. കാരണം ഈ നമ്മുടെ ഈ ഗവർണർ വന്നതിന് ശേഷം നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിടുന്നില്ലെന്ന് മാത്രമല്ല, ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തിലൂടെ ഇടപെടുന്ന സമീപനം. ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ണൂരിനെ പറ്റി ബ്ലഡി കണ്ണൂർ പറഞ്ഞ് ഇന്നലെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറുടെ ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനപ്പുറം രാഷ്ട്രീയമായിട്ട് ഇടപെടുക. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം, ബഹുമാനപ്പെട്ട രാജ്യമിനിസ്റ്റർ വളരെ സ്ട്രെയിൻ എടുത്താണ് ഗവൺമെൻറ്റിന് വേണ്ടി ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി. ഇടുക്കിയിലെ ഭൂപ്രശ്നം, അതിൽ ഈ രാജ്യമിനിസ്റ്ററോട് വിരോധിക്കേണ്ട കാര്യമില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി വിരോധിക്കേണ്ട ഞങ്ങളോട് ഒരു വിരോധവും ആവശ്യമില്ല. കാരണം ആ ഭൂപ്രശ്നം അത് ഒപ്പിട്ട് കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് ഒപ്പിടുന്നത്? അപ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അതിൽ വരുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഗവർണർ നിയമങ്ങൾ പാസ്സാക്കുന്നു, ഒപ്പിടുന്നില്ല. അതുപോലെ തന്നെ സർവകലാശാലയുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്നു. അപ്പോൾ ഗവർണർ ഒരു ഭാഗത്തൂടെ, അടുത്തൊരു പ്രശ്നം എന്താ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതും ചരിത്രത്തിൻ്റെ ഭാഗമായി. ഈ ഇടപെടലിൻ്റെ ഭാഗം ഈ ചർച്ചയിലേക്ക് വന്നപ്പോൾ അതും ചരിത്രത്തിൻ്റെ ഭാഗമായി. പ്രതിപക്ഷത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമായിരുന്നു ഈ ജാതി. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ എത്തുമ്പോൾ അക്രമസക്തമായ ഒരു പ്രതിപക്ഷത്തെ ഞങ്ങൾ കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനോരോഗിയുടെ നിലവാരത്തിലേക്ക് പ്രതിപക്ഷം പോയി, എങ്ങനെ വേണേൽ പറയാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ വിജയം. അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, അവരുടെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു സദസ്സാണ് നടന്നത്. അതിൻ്റെ ഭാഗമായി ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ ഏതായാലും 2 മന്ത്രിമാരും വളരെ പ്രധാനപ്പെട്ട നിലയിൽ എങ്ങനെയാണിത് അടയാളപ്പെടുത്തുക എന്നത് പറഞ്ഞു വെച്ചു. ഞാൻ പ്രേക്ഷകർക്ക് മുമ്പ് മനു സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ ഈ വാർത്തകളെയും ഈ കാലത്തെയും ഏറ്റവും അധികം നിയന്ത്രിച്ച 2 ആളുകളാണ്. സീനിയർ ന്യൂസ് എഡിറ്ററായിട്ടുള്ള കെ രാജേന്ദ്രനും അപ്പുറത്ത് ന്യൂസ് എഡിറ്ററായിട്ടുള്ള സിജു ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചിതരായിട്ടുള്ള കാവ്യയുണ്ട്, അഞ്ജനയുണ്ട്, ഷാജഹാനും ഷീജയും സഞ്ചരിച്ചിരുന്ന ആളാണ്, മന്ത്രിമാർക്ക് അറിയാവുന്നതാണ്.
കൂടിയാണ്. അഞ്ജന ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ വളരെ സാന്ദർഭികമായി ഗുഡ് മോർണിംഗ് കേരളവുമായിട്ട് പാലക്കാട് വെച്ച് ഒപ്പം ചേർന്ന ആൾ കൂടിയാണ്. അങ്ങനെ ഒരു അനുഭവം നേരത്തെ ബ്ലഡി കണ്ണൂർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രക്തം തിളച്ച് രണ്ടുപേര് സ്ക്രീനിൽ ഇരിപ്പുണ്ട് കേട്ടോ. ശ്രീ സജി ചെറിയാൻ, രണ്ട് കണ്ണൂരുകാരുണ്ട്, രണ്ട് കണ്ണൂരുകാർ, കുട്ടനും അതുപോലെ തന്നെ സന്തോഷവും. കുട്ടനെ നമുക്ക് കാണാം. ഗവർണറുടെ ബ്ലഡി കണ്ണൂരിന്റെ ഭാഗമായി പ്രതിഷേധിച്ച് കുടുംബ ഫോട്ടോ ഇട്ട ആളാണ് FB-യിൽ. ബ്ലഡി കണ്ണൂർ എന്ന് കേട്ടിട്ട്. കുട്ടൻ സ്വാഗതം. സ്വാഗതം, താങ്ക് യു. നമ്മളോടൊപ്പം രണ്ട് മിനിസ്റ്റർമാരുണ്ട്. മിനിസ്റ്റർ കെ രാജനുണ്ട്, ഒപ്പം തന്നെ സജി ചെറിയാൻ മിനിസ്റ്ററും ഉണ്ട്. രണ്ടുപേരോട് കൂടി ഒരുപാട് വർത്തമാനം പറഞ്ഞ് യാത്രയുടെ ഭാഗമായതാണല്ലോ. എന്താണ് ചോദിക്കാനുള്ളത്? അല്ല, ഇപ്പം നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അപ്പോൾ നമുക്കറിയാം, തുടക്കം മുതൽ മഞ്ജു ചേർത്ത അനുഭവമൊക്കെ നമ്മളെ മുന്നിലുണ്ട്. അവിടെ ഒരുപാട് ജാഥകളുടെ ഉദ്ഘാടനങ്ങൾ നമ്മൾ പങ്കെടുത്തതാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഒരു വലിയ ജനപങ്കാളിത്തത്തോടുകൂടി അവിടെ ഈ ചടങ്ങ് നടക്കുന്നു. അവിടെ ഈ നവകേരള സദസ്സിൻ്റെ ബസ് അങ്ങോട്ട് പോകുന്ന ഘട്ടത്തിൽ അവിടെ നമ്മുടെ ആ സമയത്തൊരു വലിയ വാർത്തകൾ ബസ്സിനെ സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി പോകുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഈ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങുന്നു. ആ ഘട്ടത്തിൽ തന്നെ വന്ന വാർത്ത ബസ്സിന് സാങ്കേതിക തകരാർ എന്നൊക്കെ, അങ്ങനെ ഒരുപാട് തുടക്കം മുതലുള്ള ഒരുപാട് അനുഭവങ്ങൾ. പക്ഷേ ഈ നവകേരള സദസ്സ് ഇവിടെ തിരുവനന്തപുരത്ത് സമാപിക്കുന്നൊരു ഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും അലേർട്ടായുള്ള വെച്ചാൽ നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എത്രത്തോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ആ പരാതികളുടെ ഒരു തീർപ്പാക്കുന്നതിൻ്റെ വേഗത, അതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഓക്കെ കുട്ടൻ, അതെടുത്തുകൊണ്ട് ഞാൻ ശ്രീ രാജേന്ദ്രനിലേക്ക് കൂടി വരാം. രാജേന്ദ്രൻ, ശ്രീയൊന്നുമില്ല കേട്ടോ, അതൊക്കെ വിട്ട് ഞാൻ രാജേന്ദ്രനിലേക്ക് ഒന്ന് വരികയാണ്. രാജേന്ദ്രൻ, ഇപ്പോൾ കുട്ടൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ട് മന്ത്രിമാർ, നിങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിലേക്ക് ജനങ്ങളെ എത്തിച്ച ആളുകൾ കൂടിയാണ്. നിങ്ങൾ കണ്ടൊരു കാഴ്ചയിൽ നിന്ന് മന്ത്രിമാർ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ശ്രദ്ധേയമാത്ര അത്ഭുതപ്പെടുന്ന ചില കാര്യം. കാരണം നമ്മൾ സാധാരണ ന്യൂസ് ഡെസ്കിൽ ഒരു 10ഓളം മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും, ഒരു 10 TV ചാനലുകൾ എല്ലാ സമയത്തും നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ മുഖ്യമന്ത്രി പണ്ടെല്ലാം വൈകിട്ട് 6 മണിക്കാണ് പത്രസഭകൾ നടത്തുന്നത്. ആ സമയത്ത് എല്ലാ ചാനലുകളും അത് തത്സമയം ലൈവ് ചെയ്യും. ഇത്തവണ കണ്ടൊരു കാര്യം എന്തെന്നാൽ, മുഖ്യമന്ത്രി 10:30 വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ കൈരളി ഒഴികെയുള്ള ഒരു ചാനലും തത്സമയം സംപ്രേഷണം ചെയ്യില്ല. വാർത്താ സമ്മേളനം കഴിഞ്ഞ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിവാദമായ ചോദ്യങ്ങൾ, കരിങ്കൊടി കാണിച്ചു, അത്തരം വല്ല വിഷയങ്ങളുമുണ്ടെങ്കിൽ അവരുടെ അജണ്ടകൾക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രം അപ്പോൾ അവരത് കൊടുക്കും. ഇതൊരു യാദൃശ്ചികമായി വരുന്ന ഒന്നല്ല. കൈരളി ഒഴികെ മറ്റു ചാനലുകൾ ഒന്നും കൊടുക്കുന്നില്ല പറഞ്ഞാൽ ഞാൻ സംശയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതൊരു വ്യക്തമായൊരു കൂടിയാലോചനയുടെ ഭാഗമാണെന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഞാൻ കരുതുന്നില്ല ഒരു ഇടതുപക്ഷ സർക്കാരിനും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ചില ഘട്ടങ്ങളിൽ നിർബന്ധരായിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്ന് പറയുന്നു, തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അപ്പോൾ ഇതിനെങ്ങനെ നേരിടും, ഇതിനെങ്ങനെയാണ് നേരിടുക? അതൊരു മന്ത്രി രാജനോടാണ് എൻ്റെ ചോദ്യം. രണ്ടുപേരുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ രാജേന്ദ്രനും അതുപോലെ കുട്ടനും പങ്കുവെച്ച കാര്യങ്ങൾ, കുട്ടൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തുടക്കം മുതലേ വിവാദങ്ങളുടെ ഒരു ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. വാർത്താ സമ്മേളനങ്ങളോടുള്ള അതിൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ള മാധ്യമ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രശ്നം കൃത്യമായി അത് ഒഴിവാക്കി നിർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതൊരു ഗൗരവപ്പെട്ട പ്രശ്നമാണ് രാജേന്ദ്രൻ പറഞ്ഞത്. ഞങ്ങളും ഇതിനിടയിൽ വാർത്തകളെല്ലാം കാണാൻ പറ്റിയില്ലെങ്കിലും പത്രസമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ യോഗത്തിലുമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ, ശരത്തെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, ചോദ്യങ്ങളിൽ തന്നെ ഗുണകരമല്ലാത്ത വിധത്തിൽ എങ്ങനെ ഈ ആശയത്തെ കൊണ്ടെത്തിക്കാമെന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഗവൺമെൻറ് അത്ര ഇച്ഛാശക്തിയോടെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ കോടതി ഇടപെടലുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് മറിയക്കുട്ടിക്ക് ഒരു പെൻഷൻ, സാമൂഹിക ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കാനുള്ളത് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഇടപെട്ടതിനെക്കുറിച്ച് വാചാലമായി പറഞ്ഞ ആളുകൾ എങ്ങനെയാണ് 1600 രൂപയിലേക്ക് കേരളത്തിലെ മറിയക്കുട്ടിമാർക്ക് വരാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതേയില്ല. കേരളത്തിൽ ഒരു കോടതിയും ചോദിച്ചല്ല 600 രൂപയുണ്ടായിരുന്ന സാമൂഹിക പെൻഷൻ 18 മാസക്കാലമായി കൊടുക്കാതിരുന്നൊരു കേരളത്തിൽ ഉദയം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 600, 700ലേക്ക്, 700, 1000ലേക്ക്, ഘട്ടം ഘട്ടമായി 1600ലേക്ക്, കഠിനമായ കോവിഡ് കാലത്ത് പോലും അത് കൊടുത്തു. ഒരു കോടതിയും പറഞ്ഞിട്ടല്ല, അങ്ങനെ വർദ്ധിപ്പിക്കണമെന്നൊരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് കൊടുക്കാനുണ്ടാകുന്ന തടസ്സം എന്താണ്? അതിലേക്കാണ് ശ്രദ്ധ പോകാത്തത്. ഇപ്പോൾ മറിയക്കുട്ടിമാർക്ക് 1600 നിലവിൽ കേരളത്തിലെ ചരിത്രം വെച്ച് ചില ഉത്സവകാലത്ത് അഡ്വാൻസായി കാശ് കൊടുത്തിട്ടുണ്ട് ഇതേ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അങ്ങനെയും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഗവൺമെൻറ്. പക്ഷേ ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയും വിധത്തിൽ ലഭ്യമാകേണ്ട അവകാശം
പൂർണ്ണമായും നിരോധിക്കപ്പെട്ട ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതിലൊരു പോർഷൻ മാത്രം വളരെ വലിയ പർവ്വതീകരിക്കപ്പെടുകയും എന്നാൽ അതിന് തയ്യാറുള്ളൊരു ഗവൺമെൻറ്റിനെ തടയുന്ന നടപടിയെ യാതൊരർത്ഥത്തിലും കൊണ്ടുവരാൻ കഴിയാതിരിക്കുകയും പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ചർച്ചയേ ഇല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ചർച്ചയില്ലാതെ വരും. പക്ഷേ അങ്ങനെ ദീർഘകാലം മുന്നോട്ട് പോകാനാകില്ല. യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലേക്ക് ജനമങ്ങ് ഒഴുകി വരികയല്ലേ. നേരത്തെ പറഞ്ഞല്ലോ, നവകേരള സദസ്സിൽ ആളുകുറവുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തോ വിഭ്രാന്തി ഉണ്ടായതാണ്. സത്യത്തിൽ അവിടെ വന്ന ആളുകൾ NPC ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ വന്ന ആളുകൾ ഞങ്ങളെ കൈകാര്യം ചെയ്യാത്ത ഭാഗ്യം. കാരണം ഇട്ട സീറ്റിൻ്റെ 3 ആളുകൾ ഒറ്റക്കാലിൽ മണിക്കൂറുകളോളം നിൽക്കുകയാണ്. ചെറിയ നേരത്തല്ല, 4:30 മണിക്ക് ആരംഭിക്കേണ്ട യോഗത്തിന് 1 മണിക്കേ വന്ന് ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ, ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇട്ട സീറ്റിനേക്കാൾ 3-4 ഇരട്ടി ആളുകൾ റോട്ടിൽ നിൽക്കുന്ന കാഴ്ച. അവർ മര്യാദക്കാരായതുകൊണ്ടും അവർക്ക് ഞങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടും ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്നും ഇത് കാണും എന്ന് വാശിയോടെ രംഗപ്രവേശം ചെയ്ത ഒല്ലൂരിലെയും ചെങ്ങന്നൂരിലെയും ഒരു ദിവസത്തെ അവസാനത്തെ പരിപാടികളായിരുന്നു. ഞാൻ CM ചോദിച്ചു, 3 മണിക്കുള്ള പരിപാടിയല്ലേ? ആളുകൾ 3 മണിയുടെ പരിപാടി ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറയും, ഒരു കമ്മ്യൂണിസ്റ്റ് ടൈം വെച്ച് 3:30 സാധാരണ 3 മണിക്കുള്ള പരിപാടിക്ക് 12 മണിക്ക് ആൾ വന്ന് നിൽക്കുകയാണ്. നോട്ടം കുറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്, ഇവരെല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിഷമിച്ചിട്ടാണ് അത് ജാഥ ആരംഭിക്കുക. അപ്പോൾ CM പല സ്ഥലത്തും ചോദിക്കും. അപ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങളൊരു ദിവസം ഇന്ന് അതിനു വേണ്ടി മാറ്റിവെച്ചു, അതുകൊണ്ട് രാവിലെ കുടുംബമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ അവസ്ഥ 360 ഡിഗ്രിയിൽ കൈരളി തിരിയുമ്പോൾ പലരും കണ്ടില്ല. ഇരിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ സ്വന്തം ചെങ്ങന്നൂർ എന്നിട്ട് ഞങ്ങളൊരു ലൈവ് ചെയ്യാൻ ചെന്നിട്ട് നമ്മളുടെ ഒബിവാനോ ട്രാവലറിനോ സജി ചെറിയാനകത്ത് കയറാൻ പാടുപെട്ടു. ആളെ കൊണ്ട് നിറച്ചിട്ട് ആളെ നിറച്ചു കഴിഞ്ഞ് മുഖ്യ സംഘാടകന് ചെങ്ങന്നൂർ കയറാൻ പറ്റിയില്ല. ഇതൊരു ട്രോളാണോ ഉള്ളതാണോ ഇത്? അല്ലല്ല, പിന്നെ നമ്മൾ കാണുന്ന പ്രശ്നം സംഘാടനത്തിൻ്റെ മികവ് കാണാം, പക്ഷേ ഇത് ഭയങ്കരമായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇതൊരു സ്വീകാര്യത കിട്ടിയെന്നുള്ളതാണ് വിഷയം. അതിൻ്റെ ഒരു കാരണം ഈ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണമാണ്. ഇവിടെ കുട്ടൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഭാഗം അതാണ്. അപ്പം നമ്മൾ മഞ്ചേശ്വരത്തു നിന്ന് ഞങ്ങൾ ഈ വണ്ടിയിൽ ഇങ്ങോട്ട് കയറിയിട്ട് ഈ പിന്നെ നാഷണൽ ഹൈവേയുടെ റോഡ് തീർന്നു വന്നപ്പോൾ ഉടനെ ലൈവ്, നിങ്ങൾ പറഞ്ഞ ലൈവ് കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ, ലൈവ് കിട്ടി. ഉടനെ ലൈവ് ഉണ്ടായിരുന്നു. ദേ മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിച്ച വണ്ടി റെഡിയായി താഴെ പോയിരിക്കുന്നു, കേടായിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി മുഖ്യമന്ത്രിയെ ക്രിമിനലെന്ന് വിളിച്ച് പിന്നെ അങ്ങോട്ട് കയറി ഓരോ ഘട്ടം ഞാൻ ഓരോന്നായിട്ടൂടെ വിശദീകരിക്കുന്നില്ല. തുടക്കം അശ്ലീല സദസ്സുണ്ടായിരുന്നു. അശ്ലീല സദസ്സ്, ക്രിമിനല്, മുഖ്യമന്ത്രി ഭീരു, മുഖ്യമന്ത്രി ഉള്ളപ്പോൾ 20 മന്ത്രിമാർ, ഗുണ്ടകൾ. ഞാനും ഈ രാമേശ്വരം വെച്ച് നിങ്ങളെ കുറവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുണ്ടകൾ, മുഖ്യ ഗുണ്ടകൾ. പിന്നെ പുള്ളിയുടെ പുറകിൽ മുമ്പിലുമായിട്ട് 2000 പോലീസ്, പിന്നെ അതിനുവേണ്ടി ട്രെയിൻഡായിട്ടുള്ള ആളുകളെ അടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഗുണ്ടകൾ. പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രതിപക്ഷത്തിന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഈ ചട്ടമ്പികൾക്ക് കള്ള് മേടിച്ചു കൊടുത്തിട്ട് എപ്പോഴതിനൊക്കെ പിടി സമയം കണ്ടെന്നുള്ളതിൻ്റെ ഒരു വിഷയം. രണ്ടാമത് ഇവിടെ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, ഇത് ലൈവായി കൊടുക്കില്ല. അത് ലൈവായി കൊടുത്താൽ കേരളം നേടിയ നേട്ടങ്ങൾ ഓരോ മേഖലയിലും മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് ലൈവായിട്ട് കിട്ടുമ്പോൾ നിങ്ങളത് മനസ്സിലാകുന്നുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റവന്യൂ ഒരു ദിവസം ഫിഷറീസ് മേഖലയിൽ, ഒരു ദിവസം ഉന്നത വിദ്യാഭ്യാസ മേഖല, ഒരു ദിവസം പൊതുവിദ്യാഭ്യാസം, ഒരു ദിവസം നമ്മുടെ വ്യവസായം. ഇങ്ങനെ കേരളം കഴിഞ്ഞ 7.5 വർഷം നേടിയ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ജനം അറിയുമെന്ന് പറയുമ്പോൾ അത് വിഷയമാണ്. അതറിഞ്ഞാൽ ജനങ്ങൾ എവിടെ നിൽക്കും? അറിയാഞ്ഞിട്ട് ഇത്രയും ജനം വന്ന സ്ഥിതിക്ക് ഇനി ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഈ രാജ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങളുടെ കരുത്തിൽ പിടിച്ചേനെ. കാരണം എല്ലാം വന്ന് ഇവിടെ കയറും. അതിനും മാത്രമുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ മോശമായ പ്രചരണങ്ങളും ക്യാമ്പയിനുകളും ഒരു ഭാഗം നടത്തി അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയും ഒപ്പം ഒറ്റ കാര്യം കൂടി ചൂണ്ടിക്കാണിക്കോട്ടെ. എല്ലാ ദിവസവും തന്നെ VD സതീശനും പത്രസമ്മേളനം നടത്തിയിരുന്നു. അത് കൈരളി അതും ഏറിയിട്ടുണ്ട്. VD സതീശൻ പത്രസമ്മേളനം നടത്തിയതാണ് നവകേരള സദസ്സ് വിജയിച്ചതെന്നാണ് ഒരു ഭാഗം ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും പത്രസമ്മേളനം നടത്തി അത്രയും തന്നെ ഞാൻ ഗുണമായി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ മുഴുവൻ രംഗത്ത് വന്നു. കാരണം ഒരു അടി എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് റോഡ് മുഴുവൻ പിന്നെ ഇദ്ദേഹം അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഞങ്ങൾ ഈ തുടങ്ങിയ സ്ഥലം മുതൽ ഇവിടെ വരെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പന്തലിൽ വന്ന ആളല്ല, അതിൻ്റെ ഒരു 50 ഇരട്ടി ആളുകൾ ഈ റോഡിൽ നിന്ന് കൈ കാണിക്കുകയാണ്. സ്ത്രീകൾ, പ്രായമുള്ളവർ, കുട്ടികളൊക്കെ വന്നിട്ട് എന്തൊരു ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. നമുക്കൊരു പുതിയ അനുഭവമാണ്. കാരണം ഞങ്ങൾ അതിന് മുമ്പ് ഇങ്ങനെ പോയിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇതൊരു സംഗതിയായിട്ട് മാറി. ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നു,
ഈ ഇന്ത്യയിലെ പല ഭരണാധികാരികളും ലോകത്തെ പല ഭരണാധികാരികളും നാളെ നടത്താൻ പോകുന്ന ഒരു സംഗതിയാണ്. യെസ്, അതൊരു പുതിയ അനുഭവം എന്നുള്ളതാണ്. നമുക്ക് വേഗത്തിൽ എല്ലാവരുടെയും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും കൂടി മനു എടുത്തു പോകാം. കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടിയുണ്ട്. സന്തോഷ്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഈ സദസ്സ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ്. സന്തോഷ്, സംസാരിച്ചോളൂ. ഇതാ മന്ത്രിമാർ കെ രാജൻ, സജി ചെറിയാൻ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് നവകേരള സദസ്സിനെ കുറിച്ച്. സന്തോഷിന് കണ്ട പ്രത്യേകത, ചോദ്യം എല്ലാം. എന്തായാലും മന്ത്രിമാരോട് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാനത് ആദ്യം മുതലേ ശ്രദ്ധിച്ച കാര്യമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഞാൻ നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത് 8 ദിവസത്തോളം. നമുക്കൊരു 3-4 ദിവസമാകുമ്പോഴൊക്കെ വലിയ ക്ഷീണം, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കിത് തുടരാൻ പറ്റുമോ എന്നുള്ള ഒരു ശാരീരികമായ പ്രശ്നങ്ങൾ. ഈ മന്ത്രിമാർ ഇത്രയും ദിവസം വളരെ ഒരു സ്ഥലത്ത് പോലും എനർജി ചോർന്നു പോകാതെ ഇതിൻ്റെ അവസാനം വരെ കൊണ്ടുപോയി. അതുമാത്രമല്ല, ഞാൻ കരുതിയത് ഈ നവകേരള സദസ്സ് അവസാനിച്ച് തൊട്ടടുത്ത ദിവസമെങ്കിലും ഒരു ദിവസം റെസ്റ്റ് എടുക്കുമായിരിക്കും മന്ത്രിമാരെന്നാണ്. ഇപ്പോഴേ നമ്മുടെ സ്റ്റുഡിയോയിൽ മന്ത്രിമാർ വന്നിരുന്ന അതേ എനർജിയിൽ സംസാരിക്കുകയാണ്. അതൊരു മന്ത്രിമാർ തന്നെ എങ്ങനെയാണ് അത് കാത്തു സൂക്ഷിച്ചത് എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഇന്ന് കണ്ണൂരിലെ ചില പത്രങ്ങൾ കൊടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അതായത് നവകേരള സദസ്സ് സമാപിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവസാനിച്ചതിന് തൊട്ടടുത്ത ദിവസം ഈ പരാതി പരിഹാരം മന്ദഗതിയിൽ എന്ന് പറഞ്ഞാണ് ഇന്ന് വാർത്ത വന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം കണക്കെടുത്തു കഴിഞ്ഞാൽ 7057 പരാതികൾ ഈ ഒരു മാസത്തിനിടെ പരിഹരിച്ചു കഴിഞ്ഞു. 7057 പരാതികൾ പൂർണ്ണമായി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് വ്യക്തിഗത പരാതികൾ മാത്രമല്ല, അത് നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങളും വൈദ്യുതി ക്ഷാമവും എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മന്ത്രിമാർ ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും, ഈ വിവാദങ്ങൾക്കായിരിക്കും മറുപടി പറയേണ്ടത് എന്നുള്ളതാണ്. സിജുവും ഈ മന്ത്രിമാരുടെ എനർജിയെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ എനർജിയെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാൻ വെമ്പൽ കൊള്ളുന്നതാണ്. എങ്ങനെ സിജുവിനോടൊന്ന് പറഞ്ഞു കൊടുക്കുമോ? അല്ല, അത് ശരിയാണ്. നമ്മൾ പലപ്പോഴും സജി ചെറിയാൻ മിനിസ്റ്റർ തന്നെ പറഞ്ഞു, മിനിസ്റ്റർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വേദിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ സതീശനൊക്കെ പറഞ്ഞ് എനിക്ക് സ്വതന്ത്രമായൊരു ശൈലിയുണ്ട്, പക്ഷേ എനിക്കിവിടെ നിന്ന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്, പക്ഷേ ഇങ്ങനെ പറയാം. പക്ഷേ ഞാൻ ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് നമ്മൾ ഈ നവകേരള സദസ്സ് നടത്തിയപ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിന് ചില മറുപടികൾ കേന്ദ്ര സർക്കാർ നമുക്ക് തരാത്തതിനെക്കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ പണ്ട് മുതലേ ഈ സർക്കാർ സർവീസിനെ കുറിച്ച് ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നു, ഫയലുകൾ കുരുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു പരാതി നിൽക്കുന്നുണ്ട്. ഈ നവകേരള സദസ്സ് തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ഫയലുകൾ കുരുങ്ങിക്കിടക്കുന്നു എന്നും പറഞ്ഞ് വാർത്തകൾ കൊടുത്തു. മുഖ്യമന്ത്രി തന്നെ അത് മറുപടി പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു, ഫയലിരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാലമല്ല, പുതിയ കാലഘട്ടത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഫയൽ വരും, അവിടെ നോക്കുന്നു. അതാണ് ഈ ഗവേണൻസിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഈ പുതിയ നവകേരള സദസ്സ് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലെ ഭരണ നിർവഹണത്തിന്, ഈ ഗവേണൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത് എങ്ങനെയായിരിക്കും പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പുതുക്കി പണിയുകയും, ചുവപ്പുനാട എന്നുള്ളത് ജനത്തിന് എപ്പോഴും ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. അത് പരിഹരിക്കാൻ എന്താണ് നവകേരള സദസ്സ് കഴിഞ്ഞിട്ടുള്ളത്? എനർജി, ഇ ഗവേണൻസ് എല്ലാം കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പരാതി പരിഹാരം, കണക്കുകളൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, കണ്ണൂരിൻ്റെ കണക്ക്. തുടങ്ങാം. അപ്പോൾ ഞാൻ സഹിച്ചിട്ട് ആദ്യം പറയുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും വളരെ സിമ്പിളാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ, സന്തോഷ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ, യഥാർത്ഥത്തിൽ ഈ യാത്രയ്ക്കകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള യാത്രാംഗങ്ങൾ NPC ഉപയോഗിച്ചിരുന്ന സമയം 15 മണിക്കൂറിൽ കൂടുതലാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നടത്തം തുടങ്ങിയാൽ, ശരത്തൊക്കെ വന്ന് തുടങ്ങിയാൽ അങ്ങ് ആരംഭിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം. രാത്രി 8 മണിക്ക്, 1 മിനിറ്റ് പോലും വൈകില്ല. 8 മണിയുടെ പരിപാടി 8:05 ആവില്ല, 8 മണിക്ക് മുഖ്യമന്ത്രി അവസാനിക്കും. ആ 8 മണിക്ക് ജനങ്ങളെ കാണുന്നുണ്ട്. അല്ല, ആ 8 മണിക്ക് അവസാനിപ്പിച്ച് പിന്നെയും ആളുകളെ കണ്ട് വന്ന് വിശ്രമിക്കുന്നതിനിടയിലുള്ളൊരു സമയം ദീർഘമായൊരു 16 മണിക്കൂറാണ്. പക്ഷേ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ ഒരു ദുരന്തത്തിനും കേരളത്തെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ നയിച്ച മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തരുന്നൊരു ഊർജ്ജമുണ്ട്. അത് ചെറുതല്ല. ആ മുഖ്യമന്ത്രി അങ്ങ് കൃത്യത പാലിച്ചും കാര്യങ്ങൾ തുടർച്ചയായി ഡിസ്കസ് ചെയ്തും 1 മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വിധത്തിൽ ഇതിന് നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആത്മവീര്യം ചെറുതല്ല. 2, ഇത് നിലയ്ക്കാത്ത വിധത്തിൽ നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ളൊരു സമരമാണ്. ഇതൊരു സന്യാസം പോലെ സ്വീകരിക്കേണ്ട 36 ദിവസത്തെ യാത്രയാണ്. ഒരു തരി പോലും വിട്ടുകൊടുക്കാനോ സന്ധി ചെയ്യാനോ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇപ്പോൾ കൈരളിയുടെ ഈ ചാനലിൽ കാണുന്ന നമ്മുടെ ഈ വാഹനം, ആഡംബര വാഹനം, മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സജി ചെറിയാനൊക്കെ നീന്തൽക്കുളം മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി മാധ്യമങ്ങൾ ഉന്നയിക്കുമെന്ന് എനിക്കറിയില്ല. ആ കുളത്തിൻ്റെ പുറത്താണ് മൂപ്പര് ഇരിക്കുന്നതെന്നുള്ള തമാശയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബസ്സിൻ്റെ പുറത്തുയർത്തിയിട്ടുള്ള പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ല, ദേശീയ പതാകയാണ്.
ഈ രാജ്യത്ത് എല്ലാവർക്കും കൂടിച്ചേരാവുന്ന പൊതുവികാരത്തിൽ നിന്നുകൊണ്ട് ഭരണഘടന അംഗീകരിക്കുന്നത് മാത്രം, ആരുടെയും ഉദയനിധി പറഞ്ഞതുപോലെ ഞാൻ പറയുന്നില്ല, എങ്കിലും ആരുടെയും തറവാട്ട സ്വത്ത് വേണ്ട, ഞങ്ങൾക്ക് കേരളത്തിന് അർഹമായ ഭരണഘടന പ്രദാനം ചെയ്യുന്ന അവകാശം വേണം എന്നാവശ്യപ്പെടുന്നത് 3.5 കോടി മലയാളിക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഒരു പ്രമുഖമായിട്ടുള്ള മാധ്യമത്തിൻ്റെ ലേഖകൻ പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. സെക്രട്ടേറിയറ്റിൽ 36 ദിവസമായി അനാഥമായി കിടക്കുകയാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇല്ല. ഞാൻ കൈരളിയുടെ പൊതുവേദിയിൽ വെച്ചിട്ട് പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 21 മന്ത്രിമാരുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു ഫയലിൻ്റെ നമ്പറോ പേരോ പറയാൻ പറ്റുമോ? രാത്രി ഇത് കഴിഞ്ഞിട്ട് 15 മണിക്കൂർ ഇപ്പം ഞാൻ പറഞ്ഞതാണ്, അത് കഴിഞ്ഞിട്ടൊരു സമയമുണ്ട്. ഈ എല്ലാ ADSമാരും ADPSമാരും വന്ന് നമ്മുടെ ഫയൽ നോക്കുന്ന പിന്നെ ഒരു സമയമുണ്ട്, ഒറ്റയ്ക്കിരുന്ന് ഫയൽ നോക്കുന്ന സമയമുണ്ട്. വാഹനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ടാബിലും ഐപാഡിലും ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു ഫയലും ബാക്കി വെച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രി ഇരിക്കുന്ന സ്ഥലം എന്നല്ല അർത്ഥം, അതിൻ്റെ ഉദ്യോഗസ്ഥ വൃദ്ധം ജോലി ചെയ്യേണ്ട സ്ഥലം എന്നാണ്. അവിടെ ഞങ്ങൾക്കും ഒരു ഓഫീസുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ എവിടെ വെച്ചും കേരളത്തെ നയിക്കാം. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ കേരളം ഞങ്ങൾക്ക് നയിക്കാനും ഞങ്ങൾക്ക് ഇരിക്കാനും ഞങ്ങൾക്ക് ഭരിക്കാനുമുള്ള കേന്ദ്രമാണ്. അത് ജനങ്ങളേൽപ്പിച്ച ചുമതലയോടെ ഞങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി എല്ലാ ആഴ്ചയിലും ഇതിൻ്റെ യോഗം നടത്തുകയാണ്. ആ യോഗം കഴിഞ്ഞ താലൂക്ക് അദാലത്ത്, ഞാനത് പറഞ്ഞ അവസാനിക്കും, 78 താലൂക്ക് അദാലത്ത് നടന്നു. 78 താലൂക്ക് അദാലത്തിലും സംഭവം ഉണ്ടായി. നേരത്തെ ഒരു മുഖ്യമന്ത്രി നയിച്ച പരാതി പരിഹാര അദാലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. കാലിന് വയ്യാത്തവനും കയ്യിന് വയ്യാത്തവനും ശ്വാസത്തിൻ്റെ മാസ്ക് എടുത്താൽ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നവനും ആംബുലൻസിൽ കൊണ്ടുവന്ന് കാണിച്ച് എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഒരു എഴുതി കൊടുക്കലും ഇല്ലാതെ ഒരാളെയും കാണാതെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ 2011നും 2016നും ഇടയിലുള്ള ഗവൺമെൻറ് നടത്തിയതിൻ്റെ 5 ഇരട്ടി സംഖ്യ CMDRFിലേക്ക് കൊടുക്കുന്നത് ഫയലുകളിലൂടെ തന്നെയാണ്. അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. ഞങ്ങളാരും നേരിട്ട് പോയി വീട്ടിൽ കൊടുക്കുന്നില്ല. അത് അതാത് ആളുകളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ വരും. ഞങ്ങളുടെ തന്നെ ചില ആളുകൾ പറയും, പണ്ടൊക്കെ ഇത് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു, 100 ആളെ കൂട്ടി ഫോട്ടോ ഒക്കെ എടുത്ത്. ഇപ്പോൾ 3 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഈ മൊബൈലിൽ അക്കൗണ്ടിൻ്റെ കാശ് കാണുമ്പോഴാണ് ഈ പരാതിക്കാരൻ മനസ്സിലാക്കുക എൻ്റെ അക്കൗണ്ടിൽ കാശ് വന്നു. അത് കൃത്യതയോടുകൂടി നിർവഹിക്കുകയാണ്. ആ ഗവേണൻസ് ലോകത്ത് എവിടെയും ഇല്ലാത്ത വിധത്തിൽ. ഇതൊരു തവണ തോറ്റ ചർച്ചയല്ല. ഞാനത് ആലോചിക്കുന്നത്, മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ ഒപ്പിട്ട രേഖയെക്കുറിച്ച് ഈ വലിയ ട്രെൻഡ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ആൾ ഇവിടെ ഫയൽ ഒപ്പിട്ടു, ഞാൻ കാറിലിരിക്കുമ്പോഴും ഫയൽ ഒപ്പിടാൻ പറ്റും. അങ്ങനെ പറ്റുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ഗവേണൻസ് മാറി. ലോകത്തിൻ്റെ മുമ്പിൽ അതിനും കേരളം മാതൃകയാവുകയാണ്. അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല. താലൂക്ക് തല അദാലത്തിൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നടപ്പായോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ വീണ്ടും ജില്ലകളിൽ ഒരു ഉദ്യോഗസ്ഥന്മാരെ വെച്ചൊരു അദാലത്ത് നടത്തി. ഓരോ താലൂക്ക് അദാലത്തിലും മന്ത്രിമാരെടുത്ത തീരുമാനം ഇന്നത്തെ ദിവസം നടപ്പിലാക്കിയിട്ടുണ്ടോ? അതും കഴിഞ്ഞിട്ട് അവർ വിട്ടില്ല. 2 മാസം കൂടി കഴിഞ്ഞപ്പോൾ മേഖലാ തലത്തിൽ യോഗം നടത്തി വീണ്ടും ഞങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് ഈ പരാതിക്കെല്ലാം തുടർച്ചയുണ്ടാകും. പരിഹരിക്കപ്പെടാവുന്ന പരാതികൾ പരിഹരിക്കും. പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പരാതികൾ ബന്ധപ്പെട്ട ആളുകളെ ഇന്നതാണ് കാരണം എന്നറിയിച്ചു മാറ്റും. ചില നിയമങ്ങളോ ചട്ടങ്ങളോ മാറ്റേണ്ട പ്രശ്നമാണെങ്കിൽ നിയമസഭയോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ മാറ്റും. ക്യാബിനറ്റ് എടുക്കേണ്ട തീരുമാനമാണെങ്കിൽ ക്യാബിനറ്റ് എടുക്കും. കേരളം ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട, കൃത്യതയോടുകൂടി അത് മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും അതിനെ നയിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റും പ്രാപ്തമായ വിധത്തിൽ കേരളത്തിൽ. അപ്പോൾ കാവ്യ മന്ത്രി സജി ചെറിയാനോടൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, ചോദിക്കണം. ആ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട ഒരു കാഴ്ചയും കണ്ടെത്തലും എന്നുള്ളത് കൂടിയാണ്. ഒന്ന് സ്ത്രീ പ്രാതിനിധ്യം കൂടി കയറി വരേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ സന്തോഷം ഇവിടെ സിജിച്ചേട്ടനും പറഞ്ഞ ഒരു കാര്യം എനിക്കത് മെൻഷൻ ചെയ്ത് പോകാതെ ഇരിക്കാൻ ഒരു നിർവാഹമില്ല. എൻ്റെ ഒന്നും ജീവിതത്തിൽ 36 ദിവസം ഓഫ് എടുക്കാതെ വർക്ക് ചെയ്ത ചരിത്രമില്ലേ. സിജിച്ചേട്ടനൊക്കെ എപ്പോഴും പറയും 7 ദിവസം ആഴ്ചയിൽ തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത ഒരു ഓർമ്മയേ ഇല്ല. എങ്ങനെയാണ് ഈ 36 ദിവസം ഒരു ബ്രേക്കും ഇല്ലാണ്ട് ഈ മന്ത്രിമാർ ഇങ്ങനെ ഈ സദസ്സുമായി ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുക എന്നത് വലിയ ചോദ്യം. എൻ്റെയൊക്കെ മനസ്സിൽ വലിയ സംശയം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസത്തെ ഗുഡ് മോർണിംഗ് കേരളം മഞ്ചേശ്വരം മണ്ഡലത്തിൽ മന്ത്രിമാരുടെ വേഗതയ്ക്കൊപ്പം ശരത്തേട്ടനും മനുവൊക്കെ ഓടുന്ന കാണുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പറയുമായിരുന്നു, ഇത് എല്ലാ ദിവസവും ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല, അത്രയധികം ക്ഷീണം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഞങ്ങൾ ഈ യുവാക്കളെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ നാണക്കേട് തോന്നുന്നുണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ മന്ത്രിസഭ, ഞങ്ങളുടെ സർക്കാർ സംവിധാനം അങ്ങേയറ്റം എനർജറ്റിക് ആണെന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ, ഏറ്റവും സന്തോഷത്തോടു കൂടി ആ ഒരു സന്തോഷം നേരിട്ട് ഈ മന്ത്രിമാരെ അറിയിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു അവസരം ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ ഈ നവകേരള സദസ്സ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും
പലപ്പോഴും പുരുഷാരം എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ എവിടെയൊക്കെ നമ്മൾ ഫ്രെയിം വയ്ക്കുമ്പോഴും ക്യാമറയിൽ നമുക്ക് അത്രയധികം സ്ത്രീ പങ്കാളിത്തം കാണാനുണ്ടായിരുന്നു. കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ളവർ ഉത്തരവാദിത്വത്തോടുകൂടി ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് കൂടുതൽ ജനങ്ങൾ മന്ത്രിമാരെ കേൾക്കാനെത്തുന്ന ഒരു സന്ദർഭം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു കൃത്യമായൊരു നിർബന്ധമുണ്ടായിരുന്നു സർക്കാരിന് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ഇത്രയധികം ഒരു സ്ത്രീ പങ്കാളിത്തം വേണം എന്നുള്ളത്. വിഷയം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു. സ്ത്രീ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 70% സ്ത്രീകളായിരുന്നു എന്ന് വേണേൽ പറയാം. എല്ലാ സമ്മേളനങ്ങളിലും സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, ഈ വരുന്ന വഴിക്ക് മുഴുവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കണ്ട് കൈ കാണിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു മനസ്സ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്ത്രീകളുടെ വലിയ പിന്തുണ ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ലഭ്യമായി എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരാതികളെ സംബന്ധിച്ചും ഈ ഗവേണൻസിനെ സംബന്ധിച്ചും പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം, ഇന്നലെ ഞങ്ങളുടെ പരിപാടി സമാപിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി കഴക്കൂട്ടത്തു നിന്ന് വാഹനത്തിൽ വരുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചൊരു കാര്യം ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ 36 ദിവസക്കാലം നമ്മളെല്ലാവരും പോയി നല്ല തരത്തിൽ ഇടപെട്ടു. എനർജിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ ഭാഗമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എനർജി വന്നുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം പറഞ്ഞ 15 മണിക്കൂർ വന്നു, അതിൽ കൂടുതലൊക്കെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തു. കാരണം ഈ ഫയലുകൾ നീക്കിയെന്ന് ഒരു ഫയലും അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാത്രമല്ല, ഒരു വകുപ്പിലും ഇല്ല, എല്ലാ വകുപ്പിലും അപ്ഡേറ്റ് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒരു കാര്യം, നമ്മൾ ഇനിയും കുറച്ച് സമയം വിശ്രമിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ ഈ കിട്ടിയ പരാതികളും നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളിലേക്കും നമ്മൾ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓരോ മന്ത്രിമാരും നിങ്ങളുടെ വകുപ്പിൽ പോയി ഇതിന് ഒരു അടിയന്തര പരിഹാരം കാണണം. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, അതായത് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞങ്ങളോട് കഴക്കൂട്ടത്ത് വരും വണ്ടിയിലിരുന്ന് അദ്ദേഹം സംസാരിച്ച പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഈ ഞങ്ങൾ ഈ പോയ നേട്ടങ്ങളൊന്നും ആ മനുഷ്യൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നമ്മളെ പറ്റി ഒത്തിരി മഹത്വം പറഞ്ഞ എല്ലാ മന്ത്രിമാരും മിടുക്കന്മാരായിരുന്നു, നന്നായി പ്രസംഗിച്ചു. അല്ല, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മുഖ്യമന്ത്രി പറയുന്നത്. ഇതൊന്നും പറഞ്ഞില്ല. ആകെ അദ്ദേഹം 2-3 കാര്യം പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞത്, കിട്ടിയ പരാതികൾ ഓരോ വകുപ്പിലും മന്ത്രിമാർ സൂക്ഷ്മമായി താഴെ വരെ പരിശോധിക്കണം, പരിഹാരം കാണണം. രണ്ടാമത് പറഞ്ഞത്, ഏത് പരാതിയാണെങ്കിലും ആ പരാതിക്ക് മറുപടി ഉണ്ടാകണം. ചിലപ്പോൾ ആ പരാതി നമുക്ക് നടപ്പാക്കാൻ കഴിയാത്ത ചിലപ്പോൾ ഒരു പരാതി ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഉടനെ തന്നെ ഒരു ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, അതിൻ്റെ കാര്യകാരണ സഹിതം അവരെ അറിയിക്കണം. 2, മൂന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, നവകേരള സൃഷ്ടിക്ക് വേണ്ടി ധാരാളം നിർദ്ദേശങ്ങൾ ഓരോ വകുപ്പിലും വന്നിട്ടുണ്ട്. ആ വന്ന നിർദ്ദേശങ്ങൾ ഓരോന്നായി സോർട്ട് ചെയ്ത് ആ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം. ഇതാണ് ഒരു മുഖ്യമന്ത്രി നിർദ്ദേശം. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. പരാതിക്ക് പരിഹാരം കാണും, ഒരാശങ്കം വേണ്ട. ഒറ്റ കാര്യം, ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ 900 കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഓൺലൈൻ പരാതികൾ കൊടുക്കാൻ പറ്റും. ഈ 1-ാം തീയതി ഒരു പ്രഖ്യാപനം ഇപ്പോൾ വരാൻ പോവാണ്. അതായത് നമ്മുടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തലത്തിൽ എല്ലാ അപേക്ഷകളും ഓൺലൈനിൽ ഈ 1-ാം തീയതി നടത്താൻ പോവാണ്. അപ്പോൾ ഇന്ത്യക്ക് തന്നെ മാതൃകയായി കേരളം ഈ ഗവേണൻസ് ഉടൻ തന്നെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന തരത്തിൽ ഒരാൾ ഇനി കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റി ഒരാളും പോകാതെ തന്നെ ഓൺലൈനിൽ പരാതി കൊടുക്കാൻ പറ്റും. ആ നിലയിലേക്ക് സംഗതികൾ മാറിയിട്ടുണ്ട്. നല്ല തരത്തിൽ അത് മുൻകൈ ഞങ്ങൾ എടുക്കും. ഇവിടെ ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഇനിയിപ്പോൾ പൂരത്തിൻ്റെ ഒരു തിരക്കുണ്ട്. പക്ഷേ അവിടെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ചില പ്രശ്നങ്ങളോടുണ്ട്. അപ്പോൾ ഇങ്ങനെ മന്ത്രി കെ രാജൻ്റെ മനസ്സിങ്ങനെ തൃശ്ശൂരേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ആ കാര്യങ്ങൾ പൂരത്തെ കൃത്യമായി നടത്താനുള്ളൊരു ചില ആലോചനകളും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ഒരു തിരക്കിലാണ് അദ്ദേഹം. പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. തടാകം, മുതല, ആ കഥയൊന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം കൂടി. ചൂണ്ടുവിരൽ ടെസ്റ്റ് ട്യൂബാക്കിയ ഭാനുമതി ടീച്ചർ മോഹൻലാലിന്റെ സിനിമ കാണാൻ വേണ്ടി പ്രളയ സമയത്ത് ചാനൽ ചോദിച്ച അമ്മൂമ്മ. ഇതെല്ലാം പക്ഷേ കഥ പറയാനില്ല. പക്ഷേ ലേറ്റസ്റ്റ് കഥ ഇതാണ്, മുതല, തടാകം. അസാമാന്യ കൈയടിയായിരുന്നു ഇന്നലെ ആ കഥ പറയുന്നത്. ലേറ്റസ്റ്റ് കഥ അതായിരുന്നു. പ്രസംഗവേദിയിലെ ഒരു ക്ലൂ കൊടുത്തതാണ്. ബാക്കി അദ്ദേഹം പറയും. ഇല്ലില്ല, ഞാൻ കോൺഗ്രസിനോടൊരു ആശയം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അല്ല, അവതരിപ്പിച്ച രീതി ഒന്ന് ഇല്ല, അത് വീണ്ടും അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ആ സമയത്തുള്ളൊരു ആവേശമല്ലേ. അല്ല, ആവേശം ഞാൻ പറഞ്ഞത്, ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ യാത്ര ആരംഭിക്കുന്നത് മുതൽ ഇന്നലെ അവസാനിക്കുന്ന നിമിഷം വരെ മുഖ്യമന്ത്രി പറഞ്ഞ ഒറ്റ സന്ദേശമേ ഉള്ളൂ. ഇത് നമുക്ക് ഞങ്ങളോട് എന്തെങ്കിലും വേണമെങ്കിലാവാം, ഞങ്ങളോട്, ഞങ്ങളുടെ വ്യക്തികളോട്, ഞങ്ങളുടെ പാർട്ടികളോട്, ഞങ്ങളുടെ മുന്നണിയോട് ആർക്കും ശത്രുത ഉണ്ടാകാം. സ്വാഭാവികമാണ്, ജനാധിപത്യത്തിൽ അതുണ്ടാകും. പക്ഷേ കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി നടത്തുന്നൊരു മഹാസമരത്തിൽ ഇങ്ങനെ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ എതിർക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്?
നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ചർച്ചയിൽ ഞങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ പരിഹരിക്കാം. ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ ഞങ്ങളത് പറയാം. ഇത് കഴിഞ്ഞിട്ടും ഇത് തന്നെ തുടരുകയാണ് NPC. എന്താണ് തർക്കം? അങ്ങനെ ഇല്ല തർക്കം. എന്താണ് പ്രശ്നം? അങ്ങനെ ഇല്ലൊരു പ്രശ്നം. ഈ പണം ചോദിക്കുന്നതിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ്, അതുമില്ല. ഒരുമിച്ചൊരു നിവേദനം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്, അതുമില്ല. അപ്പം ഞാൻ സത്യത്തിൽ ഇവരോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കുഴിച്ചിട്ടുള്ളൊരു കൃത്രിമ തടാകത്തിലേക്ക് എടുത്ത് ചാടുകയാണ് കോൺഗ്രസ് പ്രതീക്ഷയോടെ. യഥാർത്ഥത്തിൽ ആ തടാകത്തിൽ അങ്ങ് എടുത്ത് ചാടിയിട്ട് ഗുണമുണ്ടാകുമെന്ന് കോൺഗ്രസ് കാണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പണ്ടൊരു സായിപ്പ് ഒരു തടാകത്തിൻ്റെ ചുറ്റും സൈക്കിൾ ചവിട്ടി നടക്കുകയാണ്. സൈക്കിൾ ചവിട്ടി നടക്കുന്ന നേരത്ത് പിന്നെ ഇവർ കണ്ട പോലെ ഒരു ആകാംക്ഷ, തടാകത്തിൻ്റെ നടുവിലൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. കാണാത്ത ബോർഡായതുകൊണ്ട് സായിപ്പ് ഒന്ന് കൈ വെച്ച് വായിച്ചു, രണ്ട് ചുറ്റും ഓട്ട വെച്ച് വായിച്ചു. ഇതൊക്കെ നോക്കിയിട്ടും സായിപ്പിന് ഇത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ സായിപ്പ് ഇവർ തീരുമാനിച്ച പോലെ തീരുമാനിച്ചു, എന്തായാലും ഈ തടാകത്തിൽ അങ്ങ് ഇറങ്ങി ചാടി നോക്കിയിട്ടുള്ള കാര്യമുള്ളൂ. തടാകത്തിൽ ഉടുപ്പൊക്കെ ഊരി വെച്ച് ചാടി ഇറങ്ങി ബോർഡിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ സായിപ്പ് കാണുന്നത് ഇതിൽ മനുഷ്യനെ പിടിക്കുന്ന മുതലയുണ്ട്, സൂക്ഷിക്കണം എന്നാണ്. ആ അപകടത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം ചാടാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞാലേ. മുതലയ്ക്കും സായിപ്പിനും വേറെ കഥയുണ്ടായിട്ടല്ല, പക്ഷേ യഥാർത്ഥ ഒരു അപകടത്തിലേക്ക് പോകുകയാണ്. നമുക്ക് ഉണ്ടായൊരു കാര്യം, നമ്മുടെ ഈ പിന്നെ കേരളത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളോട്, ഈ അനുഭവങ്ങളോട് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ വലിയ പ്രതികരണമായിരുന്നു. അതാണ് ഞാൻ കണ്ടൊരു കാര്യം. ഞാൻ പറയുന്നത്, ഞാനതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ മലപ്പുറം ജില്ല എന്നൊക്കെ പറഞ്ഞാൽ 16 MLA-മാരിൽ 12 UDF-ന് ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കൊടുത്ത സ്ഥലമാണ്. ഞാൻ വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോയൊരു അനുഭവം ജീവിതത്തിൽ മറക്കാനാകില്ല. വീടുകളുടെ മുമ്പിൽ ചെരാതുകൾ കൊളുത്തി വെച്ച് മുഖ്യമന്ത്രി ഒന്ന് കാണാൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനസഞ്ചയം ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്, കൈ ചൂണ്ടി നിൽക്കുകയാണ്, പൂവെറിഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ വീടിൻ്റെ മുമ്പിൽ ചെരാത്, ഒരു PR അല്ല. കൊയിലാണ്ടിയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നലെയാന്ന് തോന്നുന്നു, ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി, ഒരു 5 മറ്റോ പഠിക്കുന്ന ഒരു കുട്ടി, ജ്യോതിക. അപ്പോൾ അവരവിടെ നിന്നിട്ട് ഇങ്ങനെ കൈവും കലാശവും കാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സെൽഫി എടുക്കാനാവുന്ന വെച്ചാൽ ഞാൻ തിരിച്ചു പിടിച്ച് സെൽഫി എടുത്തോളാൻ പറഞ്ഞു. അതല്ല, മൂപ്പർക്കൊന്ന് കാണണം. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്താണ് മുഖ്യമന്ത്രി, പ്രോട്ടോക്കോൾ അനുസരിച്ച്. അപ്പോൾ ഞാൻ തൊട്ടിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഒരാൾ വരാൻ കാത്തുക്കുന്നുണ്ട്, വിളിച്ചോളാൻ പറഞ്ഞു. ഓടി വന്ന് നേരെ വളരെ മിടുക്കിയായിട്ട് ഇതിനിടയിൽ കയറി നിന്നു. അപ്പോൾ ഇങ്ങനെ മോളെത്രയിലാണ് പഠിക്കുന്നത്, കാര്യം ചോദിച്ചു, പേര് ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ഫോട്ടോ എടുത്തു. അപ്പോൾ അതുകൊണ്ട് തീരുന്നില്ല. അപ്പോൾ മൂപ്പര് പറയുകയാണ്, എനിക്ക് അപ്പൂപ്പനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സ്വകാര്യമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനേ പുറത്തിരിക്കുന്നുള്ളൂ. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ചെവിട്ടി പോയിട്ട് കുട്ടി പറയുക, എനിക്ക് വലുതാവുമ്പോൾ അപ്പൂപ്പനെ പോലെ ആകണം. ഒരു 5ാം ക്ലാസ്സുകാരി മിടുക്കിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് അങ്ങനെ പറയാൻ തോന്നുന്ന ഒരു അനുഭവം ഞാൻ ശരത്തിനോട് പങ്കുവെച്ച് ഇതിനിടയിൽ ഏറ്റവും വലിയൊരു അനുഭവം. ഒരു പക്ഷേ തോൽക്കണ സീറ്റിൽ മത്സരിച്ച് ജയിച്ചയാൾ പോലും കാണാത്തൊരാഹ്ലാദം നമ്മുടെ കൊച്ചിനെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആശ്രാമ മൈതാനത്ത് നിന്ന് നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്തിയ നേരം ഉണ്ടല്ലോ, ആദ്യത്തെ ഫോൺ വരുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിക്കാണ് ഫോൺ വന്നു കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചൊരു വികാരമുണ്ട്. സഹിച്ചേട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ ഈ മറ്റേ ബസ് മുഴുവൻ ഇവരൊക്കെ മന്ത്രിമാരാണോ കൊച്ചു പിള്ളേരാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന വിധത്തിൽ കാണിച്ചൊരു ആഹ്ലാദം. അത് കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെൻറ് പുലർത്തുന്ന മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിരുകളില്ലാത്ത വിധം ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിൻ്റെയുമാണ്. അനുഭവങ്ങളെ നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പലതിനും മാറ്റത്തിൻ്റെ വഴിയാകും. നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് മാറ്റി പറഞ്ഞു. കാശ് എടുക്കാനുള്ള ഈ വർഷത്തെ പിന്നെ ബോറോയിങ് ലിമിറ്റിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. കുഞ്ഞാലിക്കുട്ടിക്ക് ഈ സമരം യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വന്നു. കോൺഗ്രസിന് ചരിത്രത്തിൽ ആദ്യമായി 2.5 കൊല്ലത്തിനിടയിൽ ഒരു പരാതി അവരവരൊപ്പിട്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ കേരളം ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇനിയും സമയമുണ്ട്, യാത്രയെ അവസാനിച്ചിട്ടുള്ളൂ. നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള നവകേരളത്തിൻ്റെ നിർമ്മിതിയിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മഹാസമരത്തിൻ്റെ കാഹളം അവസാനിച്ചിട്ടില്ല. അത് കിട്ടും വരെ തുടരും. എപ്പോഴും എൻ്റർ ചെയ്യാം. വാതിലുകൾ തുറന്നേയിട്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് മുമ്പിൽ. പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലല്ല, ഇതുവരെ വരാൻ മടിച്ചും ഞങ്ങളെ ചീത്ത പറഞ്ഞും ഞങ്ങളോട് കലഹിച്ചും ഞങ്ങൾ അപമാനിച്ചും ഞങ്ങൾക്കെതിരെ അപസർപ്പക കഥകൾ ഉണ്ടാക്കിയ എല്ലാവരോടും വളരെ വിനയപൂർവ്വം ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഇത് കേരളത്തെ സംരക്ഷിക്കാനുള്ള സമരമാണ്. കൊടികളുടെയും മുദ്രാവാക്യത്തിൻ്റെയും നിറമില്ലാത്ത സമരമാണ്. എപ്പോഴും വന്നു കയറാം. അന്ത്യലക്ഷ്യം വരെ ഞങ്ങൾ കാത്തിരിക്കും, അവസാനത്തെ ആൾക്കും വേണ്ടി. അതുകൊണ്ട് ഈ സമരത്തിൽ യാത്രയിൽ സഹായിച്ച ജനലക്ഷങ്ങളോട് ഈ ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ആ ജനലക്ഷങ്ങളെ കൈരളിക്ക് മുമ്പിൽ അവതരിപ്പിച്ച കൈരളിയോടും പ്രത്യേകമായി നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു.
ഇപ്പോൾ ഈ യാത്രയുടെ ഭാഗമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സാലി മുഹമ്മദ് കൂടി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാലി, സ്വാഗതം. നമ്മുടെ വാർത്താ സംഘം, ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളെ നിയന്ത്രിച്ച വാർത്താ സംഘമുണ്ട്. നമ്മുടെ സജി ചെറിയാൻ മിനിസ്റ്ററുണ്ട്. നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നല്ലോ. എന്താണ് നമ്മളോട് ഇപ്പോൾ പറയാനുള്ളത്? അതായത് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ യാത്ര കടന്നു വരുന്ന ആ പ്രദേശങ്ങളുടെ രാഷ്ട്രീയ പരിസ്ഥിതിയൊക്കെ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്ക് വലിയ ആൾക്കൂട്ടമുണ്ടാവും, മധ്യ കേരളത്തിൽ വളരെ ശുഷ്കമായ ചില പരിപാടികളായി മാറും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകളെ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടാണ് മധ്യ കേരളത്തിൽ, അതായത് വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ജനസഞ്ചയം മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞു. അത് ഇപ്പോൾ ആലപ്പുഴ, ഇപ്പോൾ ചേർത്തല, അരൂരൊക്കെ സ്വാഭാവികമായിരുന്നു. പക്ഷേ തൊടുപുഴ പോലുള്ള ചില മണ്ഡലങ്ങൾ, മുഖ്യമന്ത്രി പിറ്റേന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞതാണ്, വലിയ അസാമാന്യ ജനസഞ്ചയം. കാരണം 40-45,000 വോട്ടിന് പി ജെ ജോസഫ് ജയിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണത്. കഴിഞ്ഞ തവണ, ഇത്തവണ ഭൂരിപക്ഷം കുറവാണെങ്കിലും ജയിച്ചൊരു മണ്ഡലം, UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ അവിടെയൊക്കെ ഉണ്ടായ ജനക്കൂട്ടം വലിയ തോതിൽ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ രാഷ്ട്രീയമായി ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷ ലീഡർഷിപ്പിനോട്, രാഷ്ട്രീയ നേതൃത്വത്തോട് അവരുടെ അനുയായികൾ പോലും യോജിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം മന്ത്രിമാർ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊപ്പം ഉള്ള മന്ത്രി ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് ഈ സാധാരണ ജനങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നോ? ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി LDFൻ്റെ ഒരു ശക്തി വെച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ, ഇതുപോലെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിയും എന്ന് ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ മിനിസ്റ്റേഴ്സൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നാണ് നമുക്ക് അവരിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം. ഇനി ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ നിരാശ, ഈ നിലപാടിൽ എന്തെങ്കിലും നിരാശ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തോന്നിയിരുന്നോ? പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ തോന്നിയിട്ടുണ്ട്. കാരണം ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവരും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് സാമാന്യ ജനത ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശയിലേക്ക് മന്ത്രിമാർ പോയിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഒരു അനുഭവത്തിൽ ഈ 5-6 ജില്ലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മുമ്പ് ഞാൻ മുഖ്യമന്ത്രി നവകേരള മാർച്ച് ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം മഞ്ചേശ്വരം മുതൽ സഞ്ചരിച്ചിരുന്നു. അന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ പരിപാടിയായിരുന്നു. ഇന്ന് മാറി, സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പരിപാടിയായി മാറി. അപ്പോൾ ആ മാറിയപ്പോൾ ഉണ്ടായ ആ ആൾക്കൂട്ടത്തിനിടയിലെ ജനാരവം നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. മിനിസ്റ്റർ സൂചിപ്പിച്ചത് നമ്മൾക്ക് മധ്യ കേരളം, തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള ജില്ല വെച്ച് ഒന്ന് അസസ് ചെയ്താൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പ്രതീക്ഷിച്ചിരുന്നതിനും അപ്പുറത്തായിരുന്നോ ജനപങ്കാളിത്തം? പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും ആളുകളെ ആലോചിക്കുന്ന ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ പരിപാടിയിൽ 140 MLA-മാരുടെ അധ്യക്ഷതയിൽ ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളുടെ പരിശോധനയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സത്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകിയത് പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷം നൽകിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ബഹിഷ്കരണം. അവിടെ മുതൽ നമ്മുടെ പ്രതീക്ഷ കൂടി. ഞാൻ ഒരു കണക്ക്, ഈ 140 മണ്ഡലങ്ങൾ 136 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ വന്നവരുടെ ഒരു കണക്കെടുത്തു. മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ല തുടങ്ങിയത് അബൂബക്കർ ഹാജി, സംസ്ഥാന കൗൺസിൽ അംഗം മുതൽ, എല്ലാവരുടെയും പേരൊക്കെ വായിക്കാനൊന്നും പറ്റില്ല, ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കർണാടക കോൺഗ്രസ് നേതാവായിട്ടുള്ള അവരുടെ PCC വക്താവ് TM ഷഹീദ്, കണ്ണൂരിൽ കഴിഞ്ഞ് കോഴിക്കോട് വന്നപ്പോൾ MSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ ലത്തീഫ്, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ ഹസീബ്, സഫാക്കി തങ്ങൾ, അവിടുത്തെ കോൺഗ്രസ് നേതാവ് MP, ജില്ലാ നേതാവാണ് MP മൊയ്തീൻ കുട്ടി, ഓരോരുത്തരും പേര് പറയുന്നില്ല. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തു. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP ഇബ്രാഹിം. പാലക്കാട് ജില്ലയിൽ വന്നപ്പോഴാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായി AV ഗോപിനാഥ്, അവിടുത്തെ മുൻ MLA. അവിടെ തന്നെ വനിതാ ലീഗിൻ്റെ ഒരു പ്രമുഖയായ നേതാവ് ഉമ്മു സൽമ. അത് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ പ്രമുഖനായ EK ദിവാകരൻ, അവിടെയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്ന KS ഹംസ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി നസീർ പങ്കെടുത്തു. കോട്ടയത്ത് കിടങ്ങൂർ കോൺഗ്രസ് നേതാവ് ബേബി സൈമൺ പങ്കെടുത്തു. ആലപ്പുഴയിലാണെങ്കിൽ നമ്മുടെ പിന്നെ ശ്രീകുമാർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിലാണ് അത്ഭുതം സംഭവിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ 3 DCC പ്രസിഡന്റുമാരായി ഇരുന്നൊരു മുമ്പിൽ നിൽക്കുക. ഒരാൾ നേരത്തെ തന്നെ നമ്മുടെ പാർട്ടി ഏരിയ സെക്രട്ടറി മാറി. അതെ, ഫിലിപ്പോ തോമസ് സാറിനെ കണ്ട അങ്ങോട്ട് നോക്കുമ്പോൾ
അടുത്ത നിൽക്കുന്നത് നമ്മുടെ നിങ്ങളെന്താ ഇവിടെ എന്നുള്ള മട്ടില്ല. അതെ, ബാബു ജോർജ് നിൽക്കുന്നു. അടുത്ത നോക്കിയപ്പോൾ ഉണ്ട് സജി ചാക്കോ നിൽക്കുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ 3 DCC പ്രസിഡന്റുമാർ ഒരേ വേദി നിൽക്കുക. ഒരാൾ നേരത്തെ പോരുന്നു, രണ്ടാളിപ്പോൾ വന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ വന്നപ്പോൾ KPCC അംഗം BL ശ്യാംകുമാർ, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ. പിന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, ഇങ്ങനെ ഈ നേതാക്കന്മാരുടെ നില ഞാൻ വായിച്ചാൽ തന്നെ ഒരുപാട് എടുക്കും. ആയിരക്കണക്കിന് അനുഭാവികൾ UDF-ൻ്റെയും ഇതര BJP അടക്കമുള്ള രാഷ്ട്രീയപ്പെട്ട അനുഭാവികൾ, തദ്ദേശഭരണ ജനപ്രതിനിധികൾ, ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ടായിരുന്നു. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ മൊത്തം ഞാൻ വായിക്കാൻ. അപ്പോൾ ഇതിനിടയിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പിന്നെ പ്രതിനിധീകരിച്ചുള്ള ഒരു ജനവിഭാഗം, അത് അവർ പങ്കെടുത്തിടത്തെല്ലാം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയാണ്. കാരണം ഞങ്ങളാക്കി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്ത ഗവൺമെൻറ്. അതിനകത്ത് അവരുടെ ഒരുപാട് ആളുകൾ, അവരുടെ പ്രസിഡന്റ്, സെക്രട്ടറി, അവരുടെ എല്ലായിടത്തും ഈ വയനാട്ടിൽ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തൊരു രവിമായ അവരുടെയൊക്കെ ആ ചർച്ച തന്നെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഭിമാനം തോന്നിയ ചർച്ചയാണ്. ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽ പങ്കെടുത്തവരെല്ലാം, ആ ഗോത്ര വിഭാഗം താമസിക്കുന്ന പല ജില്ലകളിലും അവർ ഈ പരിപാടി പങ്കെടുത്ത് അവർക്ക് ചെയ്ത കാര്യങ്ങൾ. ഇവിടെ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടെടുത്ത ഒരാൾ, ഒരു ലേഡി, അവർ അതിൻ്റെ രാജ്ഞിയാണ്, രാജാവ് പോലെ 50 അപ്പോൾ അവർ പങ്കെടുത്ത 650 കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ ഗവൺമെൻറ് കാരുണ്യം കൊണ്ട്, സഹായം കൊണ്ടാണ്. ഞാൻ ആ നന്ദി പറയാനാണ് ഞാനിവിടെ വന്നത്. സർക്കാർ നിയമനം ജോലി നൽകി ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ പങ്കെടുത്തു. ഈ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ മലയാളികൾ, അത് ഇതിനകത്ത് സത്യം നമ്മൾ കാണേണ്ട കാര്യം. ടിക്കറ്റൊക്കെ എടുത്തെങ്കിൽ പോലും അതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം, ഒരു ജർമ്മനിയിലെ മലയാളി ശാസ്ത്രജ്ഞൻ സൂരജ് കെ ബാബു, അയാൾ വയനാട്ടിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഇങ്ങനെ ഒരുപാട് വിദേശ മലയാളികൾ. ഞാൻ സത്യത്തിൽ ശരത്തിന് മുമ്പേ എന്നോട് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ചിലത് പറയാഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധപൂർവം പറയുന്നത്. കാരണം എത്രമാത്രം മോശമായ ആക്ഷേപങ്ങളാണ് ഒരു മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചത്. ചരിത്രത്തിൽ പോലും ഇങ്ങനെ കാണത്തില്ല. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇപ്പോൾ ഒരു ഉദാഹരണം, അശ്ലീല സദസ്സ്. 78 വയസ്സുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഒരു പരിപാടി അശ്ലീല സദസ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് അടിസ്ഥാനത്തിലാണ് മറുപടി കൊടുക്കേണ്ടത്? ഞാൻ പറവൂരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ മാന്യമായ പ്രസംഗം ചെയ്യാൻ പറഞ്ഞു, നിങ്ങളിത് പിൻവലിക്കണം. ക്രിമിനലാണ് എന്ന് പറഞ്ഞാൽ 6 തവണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജയിപ്പിച്ച് ഇന്ന് വരെ തോക്കാത്തവരാണ് പിണറായി വിജയൻ. സതീശൻ തോറ്റതാണ്, ചരിത്രമൊന്നും എന്നെ കൂടെ പറയിപ്പിക്കുന്നത്. ആ തോക്കാത്ത പിണറായി വിജയൻ ഏറ്റവും അവസാനം 50,000-ന് മേൽ വോട്ടിലാണ് ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ക്രിമിനലാണെന്ന് പറഞ്ഞ് 2 തവണ അടുപ്പിച്ച് മുഖ്യമന്ത്രിയാണ് ക്രിമിനലാണെന്ന് പറയാമോ? വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു മഹത്വം കളയാൻ നോക്കി. വേറെ ആരും അങ്ങനെ പറഞ്ഞില്ല. സാധാരണ കേസ് ഉദാഹരണമൊക്കെ അങ്ങനെ, അദ്ദേഹം പോലും മാന്യത കാണിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവ് മാന്യത കാണിച്ചില്ല. ഒരു ഭാഗം പങ്കെടുത്തവരെ മുഴുവൻ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചു, ഭീഷണിപ്പെടുത്തി, ആരും പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. ഇന്നലെ കോളത്തിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് വീടാന്തരം പോയി പിന്നെ ഇതിൽ പോകരുത്, അവിടുത്തെ കുടുംബശ്രീക്കാരെയും അയൽക്കൂട്ടക്കാരെയും എല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്, എല്ലാത്തിനും താർത്തുകളെ. അവിടെ പഞ്ചായത്തൊക്കെ അവർക്കാണ് ഭൂരിപക്ഷം അവരുടെ. പക്ഷെ അതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് അവർ പങ്കെടുത്തത്. പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം. ഇതിൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസും BJP അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പങ്കാളിത്തം കുറയ്ക്കാൻ മാക്സിമം ശ്രമിച്ചു. പിന്നെ ഒരു ആക്രമണം നമ്മൾ പലപ്പോഴും കണ്ട മന്ത്രി റിയാസിൻ്റെ കാര്യത്തിലാണ്. റിയാസിന് നേരെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു. അത് എല്ലാവരും ആക്ഷേപിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് റിയാസാണല്ലോ. റിയാസിനെ പറ്റി അത് ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അതായത് പിന്നെ ഈ പഴുത്ത് എന്താ പറയുന്നത്, ശരിയായ പഴുക്കാതാണ് അദ്ദേഹം. മാനേജ്മെൻറ്റ് സീറ്റിലാണ് മന്ത്രിയായത്. ഈ മാനേജ്മെൻറ്റ് സീറ്റിൽ KPCC പിന്നെ നേതാവായി നിൽക്കുന്ന ഘട്ടത്തിലൊന്നും അല്ലല്ലോ. യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് സീറ്റിലല്ലേ പ്രതിപക്ഷ നേതാവായത്. അപ്പോൾ ഞാനിന്നലെ പ്രസംഗിച്ച് പറഞ്ഞു, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹം അവിടെ ഹരിപ്പാട് ഇങ്ങനെ നമ്മുടെ റോഡ് സൈഡിൽ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കുന്നതായിരിക്കും. കാരണം ഈ കണ്ണുനീരെല്ലാം കൂടെ വീഴരുതല്ലോ. എനിക്കിപ്പോൾ ഈ സതീശനോട് ഒരു വിരോധമില്ല. പക്ഷേ വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ വന്നാൽ തിരിച്ച് വ്യക്തിപരമായി പറയും. എന്ന് വെച്ചാൽ വ്യക്തിപരമല്ല, നമ്മുടെ സംസാരത്തിൻ്റെ രീതി ടൂണി മാറ്റം വരും, ടോണൊന്ന് മാറും. അപ്പോൾ പറവൂര് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, പിന്നെ MLA എന്നതിൽ എന്താ അവിടെ ചെയ്തതെന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചുള്ളൂ. നാട്ടുകാർ ഭയങ്കര കൈയിടിയായിരുന്നു. അപ്പോൾ ഓരോന്നും ഞാൻ അങ്ങോട്ട് എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒന്നും ചെയ്തിട്ടില്ല. 22 മന്ത്രിയെ സ്നേഹിക്കുകയായിരുന്നു. അതെ, 22 വർഷം കൊണ്ട് പിന്നെ നാട്ടുകാർ എനിക്ക് വേണ്ടി നല്ലപോലെ ഞാൻ പറഞ്ഞപ്പോൾ കൈയടിച്ചു. 22 വർഷത്തെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു. ഒരു 6 കോടി രൂപ വെച്ച് 22 വർഷത്തെ MLA ഫണ്ട് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പിറ്റേ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി എന്നെപ്പറ്റി പറഞ്ഞു, എൻ്റെ വായിക്ക് എന്തോ പ്രശ്നമുണ്ട്.
ഡോക്ടറെ കാണിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് മറുപടി ഞാൻ പിന്നീട് ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു. ഞാൻ ഈ വ്യക്തിപരമായ ആക്ഷേപത്തിനെതിരായിട്ടുള്ള നിലപാടിനെ പറഞ്ഞത് പറഞ്ഞു. ഇപ്പോൾ റിയാസിനെ പറ്റി പറഞ്ഞു. റിയാസ് ആരുടെയും കെയർ ഓഫ് മന്ത്രിയാളാണ്. ഞങ്ങളുടെ പാർട്ടി മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്നതെല്ലാം മാറാൻ തീരുമാനിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മെറിറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാറി. പിന്നെ വരേണ്ടത് എങ്ങനെ മാനദണ്ഡങ്ങളാണ്. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഞങ്ങളൊക്കെ വന്നത്, ഞാനാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ആ മാനദണ്ഡമായിരിക്കും എടുത്തു. പിന്നെ എന്നെ വാസവനെയൊക്കെ ആ കാറ്റഗറിയിലായിരിക്കും പിടിച്ചത്. പിന്നെ വനിതാ പ്രാതിനിധ്യം വന്നപ്പോൾ പാർട്ടി ജൂനിയറായ വീണ മന്ത്രിയായില്ലേ, ആ പത്തനംതിട്ട ജില്ലയുടെ പ്രാതിനിധ്യം വനിതാ രംഗത്തെ അവരെ കഴിവ് നോക്കിയല്ലേ. യുവജന രംഗത്ത് നോക്കുമ്പോൾ അന്നേരം ഏറ്റവും പ്രായം കുറഞ്ഞ യുവ നേതാവ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ച ഒരാൾ റിയാസാണ്. അയാളെ മന്ത്രിയാക്കാൻ പാർട്ടി തീരുമാനിച്ചു. അത് മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആക്കി അയാൾ മന്ത്രിയായി നന്നായി പ്രവർത്തിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടാണോ അയാളെ മന്ത്രിയാക്കിയത്? ഞങ്ങളുടെ ഈ കേരളത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും വിദ്യാർത്ഥി രംഗത്തും വളരെ എന്നെപ്പോലെ ചെറിയ പ്രായത്തിൽ പ്രവർത്തിച്ച് വളർന്നു വന്നൊരു നേതാവാണ്. ഇത്രയും വ്യക്തിപരമായി അയാളെ ആക്ഷേപിച്ചു. ഞാനതിന് മറുപടി ഞാൻ തന്നെ ഒന്ന് രണ്ട് യോഗങ്ങളിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളെ വളരെ മോശമായി ആക്ഷേപിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താമോ എന്ന ഒരു ശ്രമം വല്ലാതെ പ്രതിപക്ഷ നേതാവ് നടത്തി. ബാക്കിയാരും അത്രയും പറഞ്ഞില്ല. അതോ ആ മാന്യത ലംഘിച്ചു. ഇതെല്ലാം അതിജീവിച്ച്, ഇവരുടെ തടസ്സങ്ങളെ അതിജീവിച്ച്, ഇവരെ പിന്നെ അക്രമങ്ങൾ ഇന്നലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, വളരെ പ്ലാൻഡായിട്ടൊരു ആക്രമണം നടന്നു. ഈ വണ്ടി തടയാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. അത് നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറയുകയും ചെയ്തു, വട്ടിയൂർക്കാവ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വന്ന് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ ഉടനെ ചില മാധ്യമങ്ങൾ കാണിച്ചു വഴി മാറ്റിപ്പോയി. പിന്നെ ഞങ്ങളത് എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ പോകുന്ന വഴി തടയാൻ നിൽക്കാതെ പിന്നെ അതുവഴി വണ്ടി കൊണ്ട് വെടിയപ്പെടുന്നു. ആലപ്പുഴയിൽ നമ്മുടെ ഗൺമാൻ ഇറങ്ങി അടിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ വിവാദമായല്ലോ. നമ്മുടെ പറവൂരേക്ക് മന്ത്രി വരുന്നതിന് മുമ്പായിട്ട്, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ തവണക്കടവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പൂച്ചാക്കൽ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ അപ്പം തന്നെ നമ്മുടെ മൊബൈലിൽ വരും. അവർ തന്നെ എടുത്ത് പിന്നെ മീഡിയയുടെ ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ നേരെ ഫ്രണ്ടിൽ, നേരെ രാത്രിയിൽ, അത് വൈകിട്ട് അദ്ദേഹം വരുമ്പോഴത്തേക്ക് നടുക്ക് കയറി നിൽക്കുക. പോലീസുകാർ പിടിച്ചു മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, വീണ്ടും ഓടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് പറവൂർ വെച്ച് തൊട്ട് പുറയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനൊക്കെ ഇറങ്ങിയിട്ട് അതിലിടപെടേണ്ടി വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു വെടിവെപ്പ് നടത്തണമെന്നുള്ള, ഞാൻ അങ്ങനെ തന്നെ പറയും, ഞാൻ ചുമ്മാ ഒന്നും പറയില്ല, തീരുമാനമായിരുന്നത്. അത് പൊളിഞ്ഞു പോയത് എന്താണെന്ന് ചോദിച്ചാൽ പോലീസ് വളരെ ബുദ്ധിപരമായി ആദ്യത്തെ ദിവസം ഇന്നലെയും രണ്ടാമത്തെ ദിവസം കൈകാര്യം ചെയ്തു. രണ്ടാമത്തെ ദിവസം വലിയ അനർത്ഥം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ മുളക് പൊടി മുട്ടയ്ക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് വന്നില്ല. അത് മുൻകൂട്ടി പോലീസിന് മനസ്സിലായതുകൊണ്ടാണ് അവരപ്പം തന്നെ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസം അവരൊന്നും ചെയ്തില്ല. രണ്ടാമത്തെ ദിവസം അവരുടെ ദേഹത്തോട്ട് മുളക് പൊടി വരുന്നു എന്ന് മനസ്സിലാക്കി, ഈ പിന്നെ ഇരുമ്പ് ബോൾ വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തലപൊട്ടുമില്ല, അല്ലെങ്കിൽ അവർക്ക് മുറിവുണ്ടാവില്ല. അവർ നേരത്തെ അപ്പോൾ അവർ ആക്ഷനിലേക്ക് പോയതുകൊണ്ട് അവിടെ ദുരന്തം സംഭവിച്ചില്ല. ഇന്നലെ അവർ വളരെ പ്രീ പ്ലാൻഡായിട്ട് ഈ ആയുധങ്ങളുമായിട്ടെല്ലാം പോയി. അപ്പോൾ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ നിന്ന് അണികൾക്ക് ഉത്തരവ് കൊടുത്തു ആക്രമണം നടത്തിക്കൂടാൻ. നേതാക്കന്മാർ പ്രസംഗിക്കും. അപ്പോൾ പോലീസ് ശ്രദ്ധിക്കത്തില്ല. കാരണം പ്രസംഗത്തിൻ്റെ ഒരു മൂഡിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ നേതാവ് പ്രസംഗിച്ചിട്ടല്ലേ ഇനി അടി വരാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുന്നതിന് മുമ്പ് തന്നെ അടി ആരംഭിച്ചു. പോലീസിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്നലെയും ദുരന്തമുണ്ട്. ഇന്നലെ അവിടെ ഒരു വെടിവെപ്പിനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ ആരെങ്കിലും പോലീസിനെ ആക്രമിക്കുകയും രക്ഷയില്ലാതെ വരുമ്പോൾ പോലീസ് 10,000-15,000 പേരുണ്ടായിരുന്ന പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ മന്ത്രിമാർ വരുന്ന വണ്ടി, മുഖ്യമന്ത്രി വരുന്ന വണ്ടി തടയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മന്ത്രിമാരെ വഴി തടഞ്ഞു വെച്ചാൽ എന്തായിരിക്കും കേരളത്തിലുണ്ടെന്ന് അനർത്ഥം? കേരളത്തിലെ ജനങ്ങൾ ആ രംഗത്തിറങ്ങത്തില്ലേ? പ്രതിഷേധം ഉണ്ടാകത്തില്ലേ? ശക്തമായ പ്രതികരണം വരുന്നില്ല. അപ്പോൾ ഒരു കലാപന്തരീക്ഷം സൃഷ്ടിക്കുക, അതുവഴി നമ്മുടെ കേരളത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക. വളരെ സമാധാനത്തോട് കേരളം മുന്നോട്ട് പോകണം. ഞാൻ ഒരു വാക്കൂടെ പറയാം. നമ്മുടെ പ്രശ്നങ്ങളെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിസ്സാരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം കേരളം മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടേ പറ്റൂ. അത് ഏറ്റവും വലിയ പ്രശ്നം ധനപ്രശ്നമാണ്. ആ ധനപ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ കൂടെ നിൽക്കണം. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഞാൻ 18 MP ഒരാൾ ശബ്ദിക്കാനുണ്ടോ ഈ കേരളത്തിന് വേണ്ടി? ഇവരെല്ലാം പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഏത് കാര്യത്തോടെ യോജിപ്പ്? ഇവരെ ഡൽഹിയിൽ പോയിട്ട് ഈ ഗവൺമെൻറ്റിന് ഭാഗമായി നിന്ന് പ്രവർത്തിക്കേണ്ടവരല്ലേ? അപ്പോൾ ഇതൊന്നും ചെയ്യാതെ കേരളത്തെ പൂർണ്ണമായും പൊതുസമൂഹത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അപകീർത്തികരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കേരളത്തെ വല്ലാതെ ഇടിച്ചു താഴ്ത്താനുള്ള പരിശ്രമം, അതൊന്നും വിലപ്പോകില്ല.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ 7.5 വർഷം ചെയ്ത കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ കാഴ്ചകളും കണ്ടെത്തലും. പരിഹാരം കാണാനുള്ള പരിശ്രമം ഞങ്ങൾ നടക്കും. ഷീജ, അതിൽ കണ്ട ഈ യാത്രയുടെ കാലത്ത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാഴ്ചകൾ അത് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാൻ പത്തനംതിട്ട മുതലാണ് ഈ യാത്രയുടെ ഒരു ഭാഗമാകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്കൊരു കാര്യം മന്ത്രി സജി ചെറിയാനോട് ചോദിക്കാനുള്ളത്, ഈ യാത്രയിൽ ഞാൻ പത്തനംതിട്ട മുതൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പത്രസമ്മേളനങ്ങളിൽ ഉടനീളം നമ്മൾക്ക് കാണാൻ സാധിച്ചത്, ആദ്യത്തെ ഒരു ഭാഗം രാജേന്ദ്രേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആ ഭാഗം ആരും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം വരുന്ന ഭാഗം ചോദ്യോത്തരം വരുമ്പോഴത്തേക്കും കൂടുതലായും ഉയർന്നു വന്നത് ഒന്ന് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്നുള്ള സമരം, മറ്റൊന്ന് SFI നടത്തിയ സമരം, 2 കരിങ്കൊടി സമരങ്ങൾ. ഈ 2 കരിങ്കൊടി സമരങ്ങളിൽ രണ്ടിനോടും 2 വ്യത്യസ്ത നിലപാട് സർക്കാരിനുണ്ടായിരുന്നു. അതിൽ എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? സർക്കാരിൻ്റെ അതിൻ്റെ പോലീസ് സംവിധാനം വളരെ മാതൃകാപരമായിട്ടാണ് ഈ കാര്യത്തിലെല്ലാം പ്രവർത്തിച്ചത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാസർഗോഡ് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ ഒരാൾ വന്ന് മുമ്പിൽ ചാടിയല്ലോ, എല്ലാവരും കണ്ടു, പെട്ടെന്ന് വണ്ടി ചവിട്ടി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ ചെറുപ്പക്കാരൻ വണ്ടിക്കടിപ്പെട്ട് അപകടത്തിൽപ്പെട്ടത്. അതോടുകൂടി കഴിഞ്ഞില്ലേ, ഞങ്ങൾ വണ്ടി ഇടിച്ചു കൊന്നല്ലേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ചെറുപ്പക്കാരാണ്ട് ഓടി വന്നിട്ട് ഈ ഷർട്ടിട്ട ചെറുപ്പക്കാരാണ്, മറ്റേ DYFI ഒന്നും ഞാൻ പറയുന്നില്ല, ഈ നവകേരള സദസ്സിൻ്റെ ബെന്നിനിട്ട ആളുകൾ അവർ വന്ന് പിടിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങേ സൈഡിൽ കൂടി, അപ്പോൾ ഒരു പോലീസ് ശ്രദ്ധിക്കുന്നില്ല, ഓടി വന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ ഈ ഡ്രൈവർ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അന്നേരം അവിടെ വനിതാ പോലീസ് ആരോ ഈ പെൺകുട്ടിയെ തട്ടി മാറ്റി വണ്ടിയൊക്കെ എടുത്തു. അവിടെ മുതൽ തുടങ്ങി ആലപ്പുഴയിലെ കാര്യം ഇവിടെ ഇപ്പോൾ ഷാജി പറഞ്ഞല്ലോ, ഇവരിവിടെ വരെയും സംഘർഷം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തെ വളരെ മാതൃകാപരമായി തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും പറഞ്ഞെന്താ, ഒരു കാരണവശാലും അവർ കാണിക്കുന്ന പ്രകോപനങ്ങൾ നമ്മൾ വീഴരുത്. ആ പ്രകോപനങ്ങളിൽ വീഴാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും അനാവശ്യമായി എന്തെങ്കിലും ആരെങ്കിലും ഞങ്ങളുടെ അറിവില്ലാതെയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. ആ കാര്യത്തൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമല്ലത്. അതിലൊരു കാര്യം ഞാൻ പറയാം, ഇവർ ഊതി കുറിപ്പിച്ചൊരു കാര്യമുണ്ട്, കായംകുളത്തൊരു വികലാംഗൻ്റെ വിഷയം, ഭിന്നശേഷിക്കാരനാണ്. അതിനകത്ത് എനിക്കാദ്യം അറിയില്ലായിരുന്നു, അദ്ദേഹത്തെ DYFIക്കാർ അടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലില്ല, അദ്ദേഹത്തെ പോലീസ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു, ഭിന്നശേഷിക്കാരൻ്റെ കോൺഗ്രസ് നേതാവാണ്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ് എന്നെ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് അന്വേഷിക്കാൻ പറ്റിയിരിക്കുക. അതിനകത്ത് ആരെങ്കിലും ആ വികലാംഗനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നടപടി സ്വീകരിക്കും. അത്തരം കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് എത്ര ആത്മസമയത്തോടെ പ്രവർത്തിച്ച്, അതാണ് ചോദിച്ച ചോദ്യം. ഈ KSU യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമരം, ഞാൻ ഇന്നലെ നിങ്ങൾ ആ ഫേസ്ബുക്കിലാകുന്നു ഒരു പോലീസുകാരൻ്റെ ഈ 6-ാം മൈലിക്ക് ഇടിക്കുന്ന ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, വീഡിയോ. എന്തോ ക്രൂരമായി ആ പാവപ്പെട്ടവന്, ഒരു സാധാരണ പോലീസുകാരൻ, അവൻ എന്ത് പിന്നെ രാഷ്ട്രീയമാണുള്ളത്, അവൻ്റെ ഒരു തൊഴിൽ ചെയ്യുന്നു, അവനോടൊപ്പം അവൻ്റെ ആദ്യമായിട്ട് പിടിച്ചിരിക്കുന്നു. ഒരു വളരെ ദൃഢഗാത്രനായ ഒരാളെ കൊണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റാണ്. ഒരൊറ്റ ഇടിയാണ് ഈ ഭാഗത്ത്, ഇടി കൊണ്ട് ഇങ്ങനെ തെറിച്ച് ആ പാവപ്പെട്ടവനെ പോവാണ്. എന്തെങ്കിലും പോലീസ് ചെയ്തു, പോലീസുകാരെ എല്ലാ തരത്തിലും ആക്രമിച്ചു, പരമാവധി പ്രൊവോക്കേഷൻ ഉണ്ടാക്കി, ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അത് അങ്ങ് പിരിഞ്ഞു. അന്നൊരു കലാപം ഉണ്ടാക്കാമെന്ന് നിശ്ചയിച്ചു. പിറ്റേ ദിവസം എന്താണ് ആസൂത്രിതമായി വന്ന സംഭവം? എന്താ, പോലീസിന് ഇൻഫർമേഷൻ കിട്ടുമല്ലോ, നമുക്ക് മാത്രമല്ലല്ലോ, ഈ രാജ്യത്ത് അവരും അന്വേഷണത്തിൽ നിൽക്കുന്നവരല്ലേ, അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരുമല്ലോ. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആക്രമിച്ചിട്ട് ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഈ പറയുന്ന മുളക് പൊടിയും ഈ പറയുന്ന ആയുധങ്ങളും എല്ലാമായി വന്നിരിക്കുന്ന ഒരു ഗുണ്ടാ സെറ്റാണ് വന്നിരിക്കുന്നത്. അല്ലാതെ കുട്ടികളൊന്നുമല്ല, ക്രിമിനൽ മനസ്സുള്ളവരല്ലേ വരുന്നത്. ഇപ്പം നമ്മളൊക്കെ സമരത്തിൽ പോയി അടിമേടിച്ചിട്ടില്ലേ? സമരത്തിൽ പോകുമ്പോൾ നമ്മളെന്തോ നിഷ്കളങ്കമായി അങ്ങ് പോവില്ലേ? കാരണം ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യമല്ലേ നമ്മുടെ ആയുധം മാത്രം. നമ്മുടെ എല്ലാവരും അടി ഇഷ്ടം പോലെ മേടിച്ചുകൊണ്ട് പോകും, എല്ലാ ദിവസവും മേടിക്കും. ഇപ്പം ശിവൻകുട്ടി ഇപ്പം മന്ത്രിയാണ്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ SFIക്കകത്ത് പ്രവർത്തിക്കും, അതായത് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്, ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്. എന്നെക്കാൾ വളരെ സീനിയറാണ് അദ്ദേഹം. എല്ലാ ദിവസവും അടി മേടിക്കുകയല്ലേ ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഇന്നത്തെ ആരോഗ്യ പ്രശ്നം മുഴുവൻ കാരണം അടിയെ. ഞാൻ നേരിട്ട് എത്ര അടി കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ നവകേരള സദസ്സിൻ്റെ ബോർഡെല്ലാം കേരളത്തിൽ എന്ത് കഷ്ടപ്പെട്ട ഈ ബോർഡിന് ഞങ്ങൾ ഒരു ദൂരത്ത് ചെയ്ത് ഞങ്ങൾ ഒരു സർക്കാരിൻ്റെ കാശ് മുടങ്ങിയിട്ടില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള ഗവൺമെൻറ് പൈസ വെച്ച് ഞങ്ങൾ പ്രവർത്തിച്ചത്. എൻ്റെ മണ്ഡലത്തിൽ 10,000 ആളുകൾ വന്നു, 10,000 ഇരിക്കാനുള്ള പന്തൽ, 14,000 കസേനയാണ് ഇട്ടു, ആവശ്യത്തിന് പന്തലിട്ടു. ഒരു പൈസ സംസ്ഥാന ഗവൺമെൻറ് ഞാൻ മേടിച്ചിട്ടില്ല. എൻ്റെ നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഞാൻ പിരിപ്പിച്ചിട്ടില്ല. എൻ്റെ പരിചയക്കാരും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു,
നിങ്ങൾ മൈക്കിന് സഹായിക്കണം, നിങ്ങൾ പന്തലിന് സഹായിക്കണം. അതിന് പൈസ അവർ തന്നിട്ടുണ്ട്. കുറച്ച് പൈസ കടവുണ്ട്. ഇപ്പോൾ കണക്ക് നാളെ അവതരിപ്പിക്കും വരെ എത്ര പൈസ കടവുണ്ട്. ശരത്തെ, ഇന്നലെ നമ്മുടെ ഗുഡ് മോർണിംഗിൽ നമ്മുടെ രായ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം KPC പ്രസിഡന്റ് പോസ്റ്റ് തലേദിവസം തന്നെ പോസ്റ്റ് ഇട്ട് നാളെ കാണിച്ചു തരാമെന്ന് മറുപടി പറയാം. അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അതിലൊരു ഗൂഢാലോചന, ഒരു കൂടിയാലോചന നടന്നിരുന്നു. കോഴിക്കോട് നിന്ന് ലതീഷ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. എനിക്ക് സജി ചെറിയാൻ മിനിസ്റ്ററോടാണ് ചോദിക്കാനുള്ളത്. അതായത് ഈ നവകേരള സദസ്സിൻ്റെ മഞ്ചേശ്വരം മുതൽ ഇന്നലെ വട്ടിയൂർക്കാവ് സമാപിക്കുന്നത് വരെയുള്ള ഇത്രയും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പ്രധാനമായും ഫോക്കസ് ചെയ്ത് അല്ലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണന. ആ അവഗണന വളരെ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് പൊതുവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പാകെ എത്തി എന്നതിൻ്റെ ഉദാഹരണം എന്ന് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് എത്തിയ ഘട്ടത്തിലാണ് നിർമ്മല സീതാരാമൻ്റെ ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. കേന്ദ്ര സർക്കാരിനോട് നമ്മൾ അവിടേക്ക് കണക്ക് കൊടുത്തില്ല, അതുകൊണ്ടാണ് പണം തരാത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്. ആ നിലയിൽ നോക്കുമ്പോൾ എത്ര കണ്ട് ജനങ്ങളിലേക്ക് ഈ നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണന എത്തിക്കാൻ ഈ നവകേരള സദസ്സ് വഴി സാധിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രിയുടെ ഒരു വിലയിരുത്തൽ. ഓക്കെ, ആ ചോദ്യത്തോടൊപ്പം അഞ്ജനയുടെ ഒരു അനുഭവവും മന്ത്രിയോട് ചോദിക്കാനുള്ളതും ഒക്കെ. ഈ നവകേരള സദസ്സ് പാലക്കാട് ജില്ലയിലെത്തിയപ്പോൾ ഞാനും നവകേരള സദസ്സിൻ്റെ ഭാഗമായി അവിടെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. AV ഗോപിനാഥ് വേദിയിലേക്ക് എത്തിയപ്പോൾ, അന്ന് നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിനെത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ വരാൻ കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷം ഇത്ര വലിയ ബഹിഷ്കരണ ആഹ്വാനമൊക്കെ നടത്തി പല ഘട്ടങ്ങളിലായി നവകേരള സദസ്സിനെ തകർക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഇപ്പോൾ ഇന്നലെ പാറശാലയിൽ നവകേരള സദസ്സ് അവസാനിച്ചു. ഇപ്പോൾ ഏറ്റവും പുതുതായി അവർ നടത്തുന്ന മാധ്യമങ്ങൾ വഴിയുള്ള കുപ്രചരണങ്ങളാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ നോക്കിക്കാണുന്നതെന്ന് പറയുന്നത് പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഏകദേശം 6 ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ടാകാം, തങ്ങൾ സമർപ്പിച്ച പരാതികൾ ഏത് രീതിയിലായിരിക്കാം പരിഹരിക്കപ്പെടുക. ആ ഒരു ആശങ്കയെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾ സമർപ്പിച്ച പരാതികളൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, ഇതും വെറും ഫയലുകളിൽ ഒതുങ്ങും എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വാർത്തകൾ നൽകി തുടങ്ങിയ ഒരു ഘട്ടമാണ് ഇപ്പോൾ. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം വാർത്തകളോട് എന്താണ് മന്ത്രിക്ക് പ്രതികരിക്കാനുള്ളത്? ഈ പരാതികൾ സ്വീകരിക്കുമ്പോൾ പരാതി സ്വീകരിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തിയതെന്ന് ധരിച്ചു കളയരുത്. അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നവകേരള സദസ്സിൻ്റെ മുഖ്യമായ പ്രശ്നം കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതാണ് ഞങ്ങളെല്ലാവരും ഹൈലൈറ്റ് ചെയ്തത്. അതാണ് ലതീഷിൻ്റെ ചോദ്യത്തിലും അത് തന്നെ. അതാണ് ഞങ്ങളുടെ എല്ലാം ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 60,009 കോടി രൂപ ഈ വർഷം സ്റ്റേറ്റിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ പെൻഷൻ കൊടുക്കും, എങ്ങനെ ശമ്പളം കൊടുക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി ഈ ഒരു സദസ്സ് ആരംഭിക്കുമ്പോൾ ജനപിന്തുണ വന്നപ്പോൾ പ്രതികരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രതികരണം വന്ന് കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഏത് കാര്യത്തിലാണ് കണക്ക് വേണ്ടത്? ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്നു കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഉച്ചഭക്ഷണത്തിന് കൊടുക്കുമ്പോൾ ഇത്ര ശതമാനം കേന്ദ്രം, ഇത്ര സംസ്ഥാനമാണ്, അതിൻ്റെ കണക്ക് മുമ്പേ കൊടുക്കുന്നു. ആ പൈസയ്ക്ക് തന്നാൽ പോലെ. പഞ്ചായത്തുകളുടെ ഗ്രാൻറ്റ് കൊടുക്കുന്നു, എന്തിന് കണക്ക് കൃത്യമായ കണക്ക് അവിടെ ഇല്ല. ഇവിടെ ഇത്ര പഞ്ചായത്തുണ്ടെന്നും ഇത്ര പൈസ കൊടുക്കുന്നത് ഇത്ര ശതമാനം ഇവിടെ തന്നില്ലേ. കണക്ക് വേണ്ടത് പറഞ്ഞാൽ കണക്ക് കൊടുക്കാം, അങ്ങനെ കൊടുക്കാതിരിക്കത്തില്ല. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പുറമോടിയായി പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. അതായത് അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ അവർ കൂടുതൽ കൊടുക്കും. ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, 1 രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.46 ആണ്. 0.46 ആണ്. ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് 2.76 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്? അവിടെ കൊടുക്കേണ്ടതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ സഹോദരങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്, അവർ വളരണം, നമ്മളെക്കാൾ മുന്നോട്ട് പോകണം, അതൊക്കെ ഒരു അപ്രത്യാസമില്ല. പക്ഷേ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് അതിന് മറുപടി കിട്ടണം. ആ മറുപടി കിട്ടുന്നില്ല എന്നതാണ് പല സന്ദർഭങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ വന്നിട്ടും ഇല്ല എന്നത് വന്നപ്പോഴാണ് നമ്മൾ താഴോട്ട് പോയിട്ട് ഈ പറഞ്ഞ പ്രചരണം, അതായത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കൽ എന്നത്, അതിനാണ് പ്രധാനമായും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് വലിയ തരത്തിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് ഒന്ന് മാറ്റാനാണ് ഈ മറിയക്കുട്ടി ഇഷ്യൂ ഉണ്ടത്. കാരണം അത് കോടതിയുടെ മുമ്പിലേക്ക് ആ ഒരു പാവ സ്ത്രീയാണ്, ഒരു പ്രായമുള്ള സ്ത്രീയാണ്, ഒരിക്കലും അതൊന്നും ഉപയോഗപ്പെടുത്തുക. കാരണം ഈ മറിയക്കുട്ടി ചേട്ടത്തിയോ അല്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ പറയുന്നു, എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ പറയുകയാണ്, അവരെയൊന്നും അതിന് ഉപയോഗിക്കരുത്. കാരണം 62 ലക്ഷം ആൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ എത്രയോ മറിയക്കുട്ടിമാരെ പോലുള്ള അമ്മമാർ പെൻഷൻ മേടിക്കുന്നുണ്ട്.
അവർക്ക് പെൻഷൻ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായമോ മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങൾ 18 മാസം പെൻഷൻ കുടിശ്ശിക കൊടുത്തിട്ടാണ് ഏതാണ്ട് 132 മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത്. അതിൽ 1 മാസം 2 മാസം കുടിശ്ശിക വരുമ്പോൾ അവരെ കൊണ്ട് നിയമപരമായി കേസ് കൊടുപ്പിച്ച് ആക്ഷേപിച്ച് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എവിടുന്ന് പണം ഉണ്ടാക്കും? ഒരു കാരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. എല്ലാ ടാക്സും പിരിച്ചുകൊണ്ട് വന്നത് സെൻറ്ററാണ്. GST വന്നപ്പോൾ നമുക്കുള്ളത് ആകെപ്പാടെ ഇന്ധനത്തിൻ്റെയും ഈ മദ്യത്തിൻ്റെയാണ്. മുഴുവൻ ടാക്സുകൾ കൊണ്ടുപോകാണ്. നമുക്കൊരു നികുതി പോലും വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അങ്ങയുടെ ചോദ്യത്തിന് മറുപടി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു മാനസികാവസ്ഥ ഉള്ളതാണ് മനോരമ. അവരൊരു സർവേ നടത്തി. ആ സർവേയിൽ 75% കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം കൈരളിയുടെ റേറ്റിംഗ് കൂടിയെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കൂടി. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ല അവതരണമായിരുന്നു. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ടീം കേരളം മൊത്തം നിങ്ങളുടെ ആളുകളെല്ലാം വലിയ തരത്തിൽ ഇടപെട്ട് നടത്തി. അപ്പം നിങ്ങളുടെ റേറ്റിംഗ് കൂടി എന്താ? നിങ്ങളുടെ അവതരണത്തിൻ്റെ പ്രത്യേകത കാണാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ റേറ്റിംഗ് കൂടിയതിനകത്തൊരു കാരണം ഞാൻ കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനത്തെ കാണാൻ താല്പര്യപ്പെടുന്നു. കാണാൻ. രണ്ടാമത് അതേ ഒരു പൊസിഷനാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു മാധ്യമം നടത്തിയ സർവേയിലും അത്രമാത്രം ജനങ്ങൾ അതിലോട്ട് താല്പര്യം, അവരോട് പറയണമെങ്കിൽ എതിരായി പറയുന്നവരുടെ മുമ്പിൽ പോയി ഇത് ബൈക്ക് പിടിച്ചു കൊടുത്ത് എങ്ങനെയുണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ എന്ന് ആദ്യം പറഞ്ഞ് രഹസ്യമായി പറഞ്ഞേച്ചാണ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചാനൽ, ഒരു വാർത്താമാധ്യമം അങ്ങനെ സർവേ നടത്തിയിട്ടും 75% കൂടുതൽ ആളുകൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹായവും ഞങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല ഈ ഭരണത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തുടർച്ചയായ ഭരണത്തിലേക്ക് പോകാൻ കഴിയുന്ന പിന്തുണയാണ്. എനിക്ക് പറഞ്ഞ് ബംഗാൾ മറ്റ് ഓരോ സംസ്ഥാനത്ത് രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കേരളത്തിൽ അന്ത്യയാത്രയാണ് രണ്ടൊരു പദപ്രയോഗം, അന്ത്യയാത്ര. ഞാനൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പറയാം, 21 എണ്ണവും തട്ടിപ്പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഈ 2.5 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാം. നല്ല ആരോഗ്യവാന്മാരാണ്, നല്ല ആരോഗ്യത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുകയും ചെയ്യും. അന്ത്യയാത്ര എന്നുള്ള വാക്ക് അത് പിൻവലിക്കേണ്ടത് അത് കടന്നുണ്ട്. പക്ഷേ അത് കണ്ടെന്നും ആരും പനിക്കണ്ട. വളരെ വിശദമായി തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഈ മന്ത്രിമാർ ഇത്രയധികം നേരം ഇപ്പോൾ ഞങ്ങളുടെ വിവിധ സ്റ്റുഡിയോകളിൽ നിന്നാണെന്ന് നേരത്തെ സാലിം മുഹമ്മദും ബേബി കുട്ടനും ലതീഷും അതുപോലെ സന്തോഷും ഇവരെല്ലാവരും സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സംസാരം, ഈ വർത്തമാനം കാഴ്ചയും കണ്ടെത്തലും എന്നുള്ളതാണ്. നവകേരള സദസ്സിൻ്റെ കാഴ്ചകളും കണ്ടെത്തലും എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചത്. ശ്രീ NP ചന്ദ്രശേഖരൻ, നമുക്ക് എങ്ങനെ ഈ സംസാരത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം? എന്തായാലും യാത്ര നടന്ന വഴി കൂടിയൊക്കെ നമ്മളും നടന്നു. യാത്രയുടെ കണ്ടെത്തലും കാഴ്ചയും അവതരിപ്പിച്ചു. ഒരു പ്രഖ്യാപനത്തോടെയാണ് തീരുന്നത്. ഒരു പരാതി ജനങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കാനാണ് ഇത് നടത്തിയത്. ആ പരാതി അതിൻ്റെ ലക്ഷ്യം കണ്ടിരിക്കുന്നു, ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ജനങ്ങളുടെ വലിയ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരുപാട് പരാതികൾ സമാഹരിച്ചിരിക്കുന്നു. എല്ലാത്തിലും നടപടി അല്ലെങ്കിൽ മറുപടി ഉണ്ടാവുന്നു. അതൊരു വലിയ വാഗ്ദാനമാണ്. ജനങ്ങൾക്ക് ഒരു പരാതി സമർപ്പിക്കുകയും ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഇത് ചരിത്രത്തിൽ എങ്ങനെ എഴുതപ്പെടും എന്നിടത്താണ് ഈ ചർച്ച തുടങ്ങിയത്. ഇത് ചരിത്രത്തിൽ ഭരണനിർവഹണത്തിൻ്റെ ഒരു പുതിയ ഘട്ടമായിട്ട്, പുതിയ രീതിയായിട്ട് എഴുതപ്പെടും എന്ന് ഉറപ്പാണ്. അങ്ങനെ തന്നെ നമുക്കിത് അവസാനം ജനങ്ങളുടെ നല്ല മാർക്ക് വാങ്ങിയാണ് ഈ യാത്ര അവസാനിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ കരുതുന്നത്. ഉള്ളതാണോ മന്ത്രി? 100% ഭയങ്കരമായ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞു. ഈ ലഭിച്ച പിന്തുണ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഞങ്ങൾ നിറവേറ്റുമെന്നാണ് ജനങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ നിറവേറ്റുമ്പോൾ ഇപ്പം ലഭിച്ച പിന്തുണ നിലനിൽക്കുകയും ചെയ്യും, പുതിയ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ആ ഒരു കാഴ്ചയിലേക്ക് അല്ലെങ്കിൽ മന്ത്രിയുടെ ഈ കണ്ടെത്തലിലേക്ക് ഈ നവകേരള സദസ്സിൻ്റെ ഈ ചരിത്രയാത്ര ആ വഴിക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന് കാണേണ്ട കാലം തന്നെയാണ്. അത്ര സൂക്ഷ്മമായി ഈ യാത്രയെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മന്ത്രിമാർ ഉറപ്പ് പറയുന്നു. അതിൻ്റെ ആ മുന്നോട്ട് പോക്ക് നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്യാം, കാത്തിരുന്ന് കാണുകയും ചെയ്യാം, അല്ലേ? അതുതന്നെയാണ് ഈ നവകേരള യാത്രയുടെ കാഴ്ചയും കണ്ടെത്തലുകളും.